വെൽക്കം ടു MS ക്ലാസ്സസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് തുടങ്ങി വെച്ചിരുന്നു. ഏത് പാർട്ടിലാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏത് രാജ്യത്ത് നിന്നാണ് നമ്മൾ അതിനെ കടമെടുത്തിട്ടുള്ള ബോറോ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നിട്ട് എവിടം വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നത്. എന്നിട്ട് നമ്മൾ രണ്ട് ആർട്ടിക്കിൾസും കൂടി പഠിച്ചിരുന്നു. ആർട്ടിക്കിൾ 12 ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് എന്തെന്ന് പഠിച്ചു. ജുഡീഷ്യൽ റിവ്യൂ ആയ ആർട്ടിക്കിൾ 13. ഇത് ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്താണ് നമ്മൾ എന്ത് പഠിച്ചിരുന്നു? പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് കാറ്റഗറീസ് ആയിട്ട് 6 കാറ്റഗറിയിലായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ കാറ്റഗറിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച്. എന്തൊക്കെയാണ് സമത്വത്തിനെ കുറിച്ച് പറയുന്നത്, ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം. അത് തുടങ്ങുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയും ഇക്വാലിറ്റിയെ കുറിച്ച് ഡയറക്റ്റ് ചോദ്യമാണ് വരുന്നത്. ഇക്വാലിറ്റി ഏത് ആർട്ടിക്കിൾ മുതൽ ഏതുവരെ പറയുന്നതെന്ന് വെച്ചാൽ 14 to 18 ആണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 14 നമ്മൾ വായിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ട് നോക്കുമ്പോൾ നിയമത്തിന്റെ ഫ്രണ്ടിൽ ഈക്വൽ ആണ്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്താണെന്ന് പിടിയിട്ടൂല. ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ആദ്യത്തെ സംഭവം എടുക്കുക, ദാറ്റ് ഈസ് ഈക്വാലിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 14 പറയുന്ന ഇക്വാലിറ്റി ബിഫോർ ലോ. എന്താണ് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുമ്പോൾ കൺസിഡർ ചെയ്യുക. ഇപ്പൊ രണ്ടാൾക്കാരുണ്ട്, രണ്ടുപേരെന്താണ്, ഒരാള് അദ്ദേഹത്തിന്റെ കാറിൽ മറ്റൊരു കാറിൽ പോവുകയാണ്. ഓക്കെ, രണ്ടുപേരും രണ്ട് കാറിൽ പോകുമ്പോൾ ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെയധികം സ്പീഡിൽ പോകണമെന്ന് വെച്ചോ. കാറിന്റെ വേഗത ഏകദേശം ഒരു 100+ എന്ന് പറയുന്ന വേഗതയിൽ എന്താണ് കിലോമീറ്ററിൽ പെർ അവറിന്റെ വേഗതയിൽ ഇദ്ദേഹം സഞ്ചരിക്കുകയാണ്. എന്നാൽ അടുത്ത വ്യക്തി എന്ന് പറയുന്നത് കാറിൽ ഒരു 30 km/h വേഗതയിൽ സിഗ്നലും ഡയറക്ഷൻസും എല്ലാം നോക്കി ട്രാഫിക് എല്ലാം നോക്കി വളരെ പതുക്കെ പോവുകയാണ്. അപ്പൊ ഈ ആദ്യത്തെ വ്യക്തി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, സിഗ്നൽ വന്നപ്പോൾ റെഡ് സിഗ്നൽ ആയിട്ടും എന്ത് ചെയ്തു, വണ്ടി നിർത്താതെ നേരെ പോവുകയാണ്. അറിയാതെ മറ്റൊരാളെ കൊണ്ടുപോയി വണ്ടി ഇടിച്ചു കൊടുക്കുന്നു. ഇടിച്ചു കൊടുത്തിട്ട് എന്താണ്, ആ ഒരാൾ മരിച്ചു പോകുന്നു. വേറെ ഒരാൾ അവിടെ പെഡസ്ട്രിയൻ നടന്നു പോയ ആളിന് വണ്ടി ഇടിച്ച് എന്താണ് ഇദ്ദേഹം കൊന്നു കളഞ്ഞു. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ 30 km/h കറക്റ്റ് സിഗ്നൽ എല്ലാം നോക്കിയിട്ട് ഗ്രീൻ ലൈറ്റ് വന്നപ്പോൾ ഇദ്ദേഹം വണ്ടി എടുക്കുന്നു. പക്ഷെ ഇദ്ദേഹം ചെന്നിട്ട് എന്താണ്, മറ്റൊരാൾ ഇദ്ദേഹത്തിന്റെ കാറിന്റെ ഫ്രണ്ടിൽ ചാടി കൊടുക്കുന്നു. ആ നടന്നു വന്ന ആള് സിഗ്നൽ നോക്കാതെ എടുത്ത് ചാടി കൊടുക്കുന്നു ഇദ്ദേഹത്തിന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ. ഇദ്ദേഹത്തിന്റെ വണ്ടി ഇടിച്ച് ആ ഒരാൾ മരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും കാർ ഒട്ടിച്ചു. രണ്ടുപേരും എന്താണ് കൊണ്ടുപോയി ഒരാളിനെ വെച്ച് ഇടിച്ചു. രണ്ടിടത്തും മരണം സംഭവിച്ചു. അപ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോ, രണ്ടുപേരെ എന്ത് ചെയ്യുക, മറ്റൊരാളെ ഇടിച്ചു കൊന്നുകൊണ്ട് രണ്ടുപേരെയും തൂക്കിലേറ്റുക. അതാണ് ഈ നിയമം പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ തന്നെ നോക്കുക, അത് ശരിയാണോ? ഇവിടെ ഒരാളെന്ന് പറയുന്നത് കംപ്ലീറ്റ് നിയമം തെറ്റിച്ചിരിക്കുകയാണ്. ഓവർ സ്പീഡായിരുന്നു, സിഗ്നൽ നോക്കിയിട്ടില്ല, മര്യാദയ്ക്ക് നടന്നു പോയ ആളിനെ വണ്ടി ഇടിച്ചു കൊന്നു. ഇവിടെ അങ്ങനെയാണോ? അങ്ങനെയല്ല. കറക്റ്റ് ആ സ്പീഡ് നോക്കി പോകുന്നു, സിഗ്നൽ നോക്കി പോകുന്നു. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലാണ് വേറൊരാൾ വന്ന് അറിയാതെ ചാടിക്കൊടുത്തത്. അപ്പൊ രണ്ടാമത്തെ ആൾ തെറ്റുകാരനല്ല. അതാണ് പറയുന്നത് പ്രൊട്ടക്ഷൻ ബൈ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ബൈ ലോ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിയെ നിയമം തന്നെ പ്രൊട്ടക്ട് ചെയ്തോളൂ. ഒരു ഷീൽഡ് പോലെ വന്നിട്ട് ആ വ്യക്തിയെ നിയമം തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നോളും. എന്നാൽ രണ്ടുപേരും ചെയ്ത തെറ്റൊന്ന് തന്നെ, രണ്ടിടത്തും നടന്ന ഇൻസിഡന്റ് രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ രണ്ടുപേർക്കും ലഭിക്കേണ്ട ശിക്ഷ ഒന്ന് തന്നെയാണ്. അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ, ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഒരു പണക്കാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും നിയമത്തിന്റെ ഫ്രണ്ടിൽ ഓൾ ആർ ഈക്വൽ, ഈക്വാലിറ്റി ബിഫോർ ലോ. പക്ഷെ തെറ്റ് ചെയ്ത വ്യക്തി ഒരു തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ശിക്ഷ ലഭിക്കും. പക്ഷെ ഒരു വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നിയമം തന്നെ അദ്ദേഹത്തിന് പ്രൊട്ടക്ട് ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ ഈ വ്യക്തി എന്താണ് നിയമം പ്രൊട്ടക്ട് ചെയ്യുന്നത്, അദ്ദേഹം ഇന്ന സ്പീഡിലാണ് പോരുന്നത്, എല്ലാം നിയമം തന്നെ കാണിക്കുന്നു. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് എന്താണ് പുറത്താക്കുന്നു. ഓക്കെ, ആ ശിക്ഷയിൽ നിന്ന് ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബൈ ലോ. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും തുല്യരാണ്. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിയമം തന്നെ, ലോ തന്നെ ആ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുമെന്നെന്താണ് ഉറപ്പ് കൊടുക്കുന്നു. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളോട് പരീക്ഷ ചോദിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇവിടെ ഇക്വാലിറ്റി ബിഫോർ ലോ നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തതെന്ന് വെച്ചാൽ UK അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ള ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തതെന്ന് വെച്ചാൽ ഫ്രം USA, അമേരിക്കയിൽ നിന്ന് കടമെടുത്തതാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. രണ്ട് സംഭവം ഓർത്ത് വയ്ക്കണം. ഇക്വാലിറ്റി ബിഫോർ ലോ UK ആണെങ്കിൽ ദിസ് വൺ ഈസ് ഫ്രം USA. ഇനി മറ്റൊരു സംഭവം ഉണ്ട്, പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ഒരു ബുക്കാണ് റൂൾ ഓഫ് ലോ. അതെന്താണെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, നിയമം കൊണ്ടുവരേണ്ട രീതി എന്നൊക്കെയാണ് പറയുന്നത്. റൂൾ ഓഫ് ലോ. ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ബുക്ക്, അല്ലെങ്കിൽ ഇത് ആരുടെ കോൺസെപ്റ്റ്, ഒരു ബുക്ക് എന്ന ഒരു കോൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. റൂൾ ഓഫ് ലോ ആരുടെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ AV ഡയസി.
പരീക്ഷ ഡയറക്റ്റ് വരുന്ന ചോദ്യമാണ്. റൂൾ ഓഫ് ലോ ഇസ് ഹൂസ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓഫ് AV ഡയസിയുടെ കോൺസെപ്റ്റ് ആണ്. ഇത് ഇത്രയും ഓർത്ത് വയ്ക്കും. അടുത്ത നമ്മൾ നോക്കേണ്ട ആർട്ടിക്കൽ 15 ആണ്. ആർട്ടിക്കൽ 15 പറയുന്നത് പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയും ഇന്ത്യൻ മണ്ണിന്റെ അകത്ത്, ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത് ഒരു വ്യക്തി കയറി കഴിഞ്ഞാൽ ആ വ്യക്തിയെ, അതൊരു ഇന്ത്യക്കാരനായിക്കോട്ടെ ഫോറിനർ ആരായാലും, അദ്ദേഹത്തിന്റെ റിലീജിയന്റെ ബേസിലോ അദ്ദേഹത്തിന്റെ കുലത്തിന്റെ ബേസിലോ അദ്ദേഹത്തിന്റെ ജാതിയുടെ ബേസിലോ അദ്ദേഹം മെയിലോ ഫീമെയിലോ ട്രാൻസ്ജെൻഡറോ ആയിക്കോട്ടെ അതിന്റെ ബേസിലോ അദ്ദേഹം എവിടെയാണോ ജനിച്ചിട്ടുള്ള ഇതൊന്നിന്റെയും ബേസിൽ എന്താണ് ഒരു വ്യക്തിയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. വീണ്ടും എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പൊ ഞാൻ ഒരു എക്സാമിന് ചെന്നിരിക്കുമ്പോൾ എൻ്റെ കൂടെ പറയണ താങ്കൾ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ്, താങ്കൾക്ക് എന്താണ് ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റില്ല എന്നൊരിക്കലും എൻ്റെ കൂടെ പറയാൻ പാടില്ല. താങ്കൾ ഒരു ഹിന്ദു ആണ്, താങ്കൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റില്ല. താങ്കൾ ഇന്ന ഒരു സൗത്ത് ഇന്ത്യൻ കുലത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്, ദ്രവീഡിയൻ കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്നത്, താങ്കൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. താങ്കൾ ഇന്ന കാസ്റ്റിലുള്ള ആളാണ്, ഇത് താങ്കൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റൂല. താങ്കൾ ഒരു മെയിലോ ഫീമെയിലോ ആണോ ഇങ്ങനെ അപ്പിയർ എന്നൊന്നും എന്താണ് ആരെ കൂടെ എന്താണ് പറയാൻ പാടില്ല ഒരിക്കലും. അങ്ങനെ ഇന്ത്യക്കകത്ത് ഒരു എക്സാംസും എന്താണ്, ഇന്ത്യക്കകത്ത് ഒരു കാര്യങ്ങളും ഓക്കെ. ബേസിക്കലി ആർട്ടിക്കൽ 15 എന്തിനെ കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ എഡ്യൂക്കേഷന്റെ ബേസിൽ ഒരിടത്തും എന്താണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഓക്കെ എനിക്ക് മാർക്കില്ല, ഇപ്പൊ എനിക്ക് 10th മാർക്ക് കുറവാണ് എന്ന് വെച്ചാൽ എനിക്ക് 11th അഡ്മിഷൻ തരാതിരിക്കുക. ആ മാർക്കിന്റെ ബേസിൽ എനിക്ക് അഡ്മിഷൻ തരാതിരുന്നോളൂ, പക്ഷെ ഒരിക്കലും ഈ ബേസിസ് നോക്കിയിട്ട് എനിക്ക് ഒരിക്കലും അഡ്മിഷൻ തരാതിരിക്കില്ല. ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു, ഈ ഇന്ന റിലീജിയനിലുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് എനിക്ക് അഡ്മിഷൻ തരാതിരിക്കാൻ പാടില്ല. അതാണ് ആർട്ടിക്കൽ 15 പറയുന്നത്. എല്ലായിടത്തും എന്താണ് ഇന്ത്യക്കാരെപ്പോഴും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് നടക്കുന്നുണ്ടോ ഇന്ത്യക്കകത്ത്? എല്ലായിടത്തും ഇങ്ങനെ ഇക്വാലിറ്റി പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആർട്ടിക്കൽ 15 എന്ന് പറയുന്നു ഒരിടത്തും ആരോടും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ നോക്കുക, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സമയത്ത് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കുമ്പോൾ ഗേൾസിന് ഒരു ഫീസാണ്, ബോയ്സിന് മറ്റൊരു ഫീസാണ്. ഗേൾസിന് ഒരു ഫീസ് ഉണ്ട്, ബോയ്സിന് മറ്റൊരു ഫീസ് ഉണ്ട്. ഗേൾസിൽ തന്നെ സിംഗിൾ ഗേൾ ചൈൽഡ് ആണെങ്കിൽ കംപ്ലീറ്റ് ഫീസ് എക്സംഷൻ ആണ്, ഒരു ഫീസും അടയ്ക്കണ്ട. എന്നാൽ ബോയ്സിൽ സിംഗിൾ ബോയ് വരുന്നു, ബോയ്സ് ഇങ്ങനെ ഫീസ് എക്സംഷൻ ഒന്നും കിട്ടുന്നത് ചെറുതായിട്ട് ചില സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ കൂടുതലൊന്നും ഒരിക്കലും നടക്കാറില്ല. പല നിങ്ങൾ ട്യൂഷൻ ഫീ എന്നുള്ള സംഭവം അടയ്ക്കും, സ്കൂളിൽ അടയ്ക്കുന്ന ഒരു ഫീ ആണ് ദാറ്റ് ഈസ് ട്യൂഷൻ ഫീ എന്ന് പറയുന്നത്. ബോയ്സിന്റെ കംപ്ലീറ്റ് ഫീസ് വാങ്ങിക്കും, ഗേൾസിൽ നിന്ന് വളരെ റിഡക്ഷൻ ആണ് ട്യൂഷൻ ഫീ എന്ന് പറയുന്നത്. ബോയ്സ് അടയ്ക്കുന്ന 10-1 പോലും എന്താണ് ഗേൾസിന് ഫീസ് അടയ്ക്കേണ്ടി വരുന്നില്ല ട്യൂഷൻ ഫീ എന്ന് പറയുന്നത്. അങ്ങനെ എന്താണ് വളരെ കുറഞ്ഞു വരുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ബസ്സിൽ എന്താണ് ഗേൾസിന് മാത്രമായിട്ട് സീറ്റ് കൊടുക്കാറുണ്ട്. ഏതൊരു കോളേജ് ആയിക്കോട്ടെ അവർക്ക് ഷുവർ ആയിട്ട് വലിയൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ, യൂണിവേഴ്സിറ്റി രണ്ടര വരുന്ന കോളേജ് ആണെങ്കിൽ അവിടെ എന്താണ് ഗേൾസ് ഹോസ്റ്റൽ ഉറപ്പായിട്ടും കാണും, ബോയ്സ് ഹോസ്റ്റൽ കാണാൻ സാധ്യത കുറവാണ്. ഇനി നിങ്ങൾ നോക്കുമ്പോൾ സ്കൂളിലൊക്കെ പ്രെയറിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് കൊച്ചുകുട്ടികൾ എപ്പോഴും എന്താണ് തണലത്ത് നിർത്തും. ഒന്നാം ക്ലാസ് മുതൽ ഒരു 6-7 ക്ലാസ് വരത്തേക്ക് എന്താണ് അവരെപ്പോഴും തണലത്ത് നിൽക്കും. ഓഡിറ്റോറിയം അല്ലാത്ത സ്കൂളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഷെയ്ഡ് ഏരിയ കൊടുക്കും. എന്നാൽ ഈ 10th to 12th വരുന്ന അതിൽ തന്നെ ബോയ്സ് ആയിരിക്കും ഏറ്റവും ബാക്കിൽ നിൽക്കുന്നത്, ഫുൾ വെയിലും കൊണ്ട് നിൽക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമാണ് ഗേൾസ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ നടക്കാറില്ല, ബോയ്സിന്റെ ഉള്ളിലെങ്കിൽ തോന്നാറില്ല ഇതൊക്കെ എന്താണ് നമ്മളെ മാത്രം ഫീസ് ഇങ്ങനെ കൂടുതൽ വാങ്ങിക്കുന്നു, നമുക്ക് ഇത്ര നമുക്കൊരു പ്രിഫറൻസ് കിട്ടുന്നില്ല എന്ന് ചോദിക്കും. അപ്പൊ അതാണ് ആർട്ടിക്കൽ 15 പറയുന്നത്. ആർട്ടിക്കൽ 15 പറയുന്നത് ഇന്ത്യക്കകത്ത് ഒരിടത്തും ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ലെന്നാണ്. എന്നാൽ പൂർണ്ണമായിട്ടും ബോയ്സിന്റെ അടുത്ത് ഇവിടെ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നടക്കുകയാണ്. പക്ഷെ അതാണ് ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ഈ ആർട്ടിക്കൽ 15 ഒരു എക്സെപ്ഷൻ കൂടി പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഒരു ആളിന് എന്താണ് റിലീജിയനും മറ്റു കാര്യങ്ങളുടെ ബേസിലും എന്താണ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ബോയ്സിന്റെ കൂടെ ചെയ്യുന്ന ഇവിടെ ഓൺ ബേസിസ് ഓഫ് സെക്സ് എന്താണ് ഇവിടെ ചെയ്യാണ് അവരോട് ഡിസ്ക്രിമിനേഷൻ. പക്ഷെ ഒരു ക്ലോസും കൂടി ആഡ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ there should be special preference. There should be a special preference to be given to women, children, and socially and educationally
ബാക്ക്വേർഡ് ക്ലാസ്സസ്, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 15 പറയുന്നു ഇന്ത്യക്കകത്ത് ഒരിടത്തും ഡിസ്ക്രിമിനേഷൻ ഒരാളായിട്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ ചെറിയൊരു പ്രിഫറൻസ് ആർക്ക് കൊടുക്കാം? വനിതയാണെങ്കിൽ കൊടുക്കാം, കുട്ടികൾക്ക് കൊടുക്കാം, പ്ലസ് അഡീഷണൽ ആയിട്ട് ഇന്ത്യക്കകത്ത് സോഷ്യലിയും എഡ്യൂക്കേഷനിലും ബാക്ക്വേർഡ് വരുന്ന ക്ലാസ്സസിന് കൊടുക്കാം. എന്ന് പറയുമ്പോൾ SC ഏതൊക്കെയാണ് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ SC, ST, OBC, പിന്നെ റീസെന്റ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിയും കൂടി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് EWS. 4നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ജസ്റ്റ് പേര് മാത്രം നോക്കുക. SC കമ്മ്യൂണിറ്റി, ST കമ്മ്യൂണിറ്റി, OBC കമ്മ്യൂണിറ്റി, EWS. 4 കമ്മ്യൂണിറ്റിയും ഒരു കാലത്ത് എന്താണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഒരുപാട് എന്താണ് ഹയർ കാസ്റ്റ് ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഹയർ റിലീജിയൻ ഉള്ള ആൾക്കാരെ എന്താണ് ഒരുപാട് ചൂഷണങ്ങൾ എക്സ്പ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താണ് അവർക്ക് സ്പെഷ്യൽ പ്രിഫറൻസസ് എന്താണ് ഇന്ത്യക്കകത്ത് കൊടുക്കുന്നുണ്ട്. അതാണ്. അപ്പൊ ഇങ്ങനത്തെ സ്പെഷ്യൽ പ്രിഫറൻസ് നിങ്ങൾ നോക്കുക. ആർട്ടിക്കിൾ 15 പറയുന്ന ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, പക്ഷെ സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അത് എവിടെ മാത്രമാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് എഡ്യൂക്കേഷനിൽ മാത്രമാണ് കൊടുക്കുന്നത്. വേറെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ സ്പെഷ്യൽ സീറ്റ് ബുക്ക് ഫോർ ലേഡീസ് എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ മാറ്റി വെക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ഫീസ് അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തിന് മാറ്റി, ഇപ്പൊ +1 അഡ്മിഷനിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു MBBS അഡ്മിഷൻ കോളേജിന് അഡ്മിഷനിലോട്ട് പോകുമ്പോൾ ഗേൾസിന് ഇത്ര മാർക്ക് മതി എന്ന് പറഞ്ഞ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഏതെങ്കിലും നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ ഗേൾസിന് ഇത്ര മാർക്ക് മതി എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെയില്ല. അവിടെ കാറ്റഗറി വൈസ് ഡിവൈഡ് ചെയ്യണം, കാസ്റ്റിന്റെ ബേസ്ഡ് ഡിവിഷനും അതെല്ലാം ചെയ്യുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, എഡ്യൂക്കേഷന് വേണ്ടി മാത്രമാണ് ഇതെന്താണ് ഒരു റിസർവേഷൻ എന്നുള്ള സിസ്റ്റം നടക്കുന്നത്. ഇവിടെ ആർട്ടിക്കിൾ 15 പറയുന്ന പ്രകാരം ഒരു സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുക്കുന്ന ദാറ്റ് ഈസ് ഓൺലി ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാത്രമാണ്, വേറെ ഒരിടത്തും പറയുന്നില്ല. ഓക്കെ, ആർട്ടിക്കിൾ 15 പ്രകാരം നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്തോളുക, ഇന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുത്തോളാം, പക്ഷെ ഓൺ ബേസിസ് ഓഫ് എഡ്യൂക്കേഷൻ. സ്കൂളിൽ ഫീസ് വാങ്ങിക്കുമ്പോൾ മാത്രം കുറവ് വാങ്ങിച്ചോളാം. നിങ്ങൾ പ്രെയറിൽ നിർത്തുമ്പോഴത്തേക്കും കൊച്ചു കുട്ടികളെ ഫ്രണ്ടിൽ നിർത്തിക്കോളാം. അത് ചെന്ന് നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റൂല. ചോദ്യം ചെയ്താൽ ലാസ്റ്റ് കോടതിയിൽ ഈ ഉത്തരവായിരിക്കും പറയുന്നത്. ആർട്ടിക്കിൾ 15 അത് ക്ലിയർലി പറയുന്നുണ്ട്. നിങ്ങൾ SC, ST, OBC കുട്ടികളിൽ നിന്ന് EWS കുട്ടികളിൽ നിന്ന് ഫീസ് കുറവ് വാങ്ങിച്ചോളാം എന്നെല്ലാം സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോണം. ഇൻ ഓൺലി മാറ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ നോക്കാം ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 സെയിം സംഭവമാണ് പറയുന്നത്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും തുല്യരായിരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പൊ SSC എന്ന് പറയുന്ന എക്സാം ആണ് നിങ്ങൾ എഴുതുന്നത്. സപ്പോസ് SSC എന്ന് പറയുന്ന എക്സാം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ അപ്പിയർ ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് പാർട്ടിയിൽ നിന്നായിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നാവും, ചിലപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്നാവാം, നിങ്ങളൊരു മെയിൽ ആയിക്കോട്ടെ, നിങ്ങളൊരു ഫീമെയിൽ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് കുലത്തിൽ നിന്നോ, നിങ്ങളൊരു ട്രൈബൽ ആളായിക്കോട്ടെ, നിങ്ങളൊരു രാജകുടുംബത്തിലെ ആളായിക്കോട്ടെ, ആര് വേണോ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ഏരിയ എന്ന് പറഞ്ഞ ആളായിക്കോട്ടെ, എങ്ങനത്തെ വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു സ്പെഷ്യൽ പ്രിഫറൻസും എന്താണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഒരു പ്രിഫറൻസും ഇവിടെ സ്പെഷ്യലായിട്ട് ലഭിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നടക്കാറില്ലേ? നിങ്ങൾ ഒരു SSC എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ആർട്ടിക്കിൾ 16 പ്രകാരം പറയാണ് പബ്ലിക് എംപ്ലോയ്മെന്റ്, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് വേണ്ടിയല്ല നമ്മൾ അപ്ലൈ ചെയ്തത്, ഒരു പ്രൈവറ്റ് കമ്പനിയിലല്ല നമ്മൾ ജോലിക്ക് കൊടുത്തു, നമ്മൾ പബ്ലിക് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് വിളിച്ച ഒരു എക്സാമിനെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കും? പബ്ലിക് എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കും. അത് UPSC എക്സാം വരാം, SSC എക്സാംസ് വരാം, പിന്നെ എന്താണ് PSC എക്സാംസ് എല്ലാം ഇതിനെയാണ് പബ്ലിക് എക്സാംസ് എന്ന് പറയുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, പബ്ലിക് സർവീസ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അങ്ങനെ എന്താണ് PSC പോകുന്നത്. അപ്പൊ ഇതെല്ലാം പബ്ലിക് ഗവൺമെന്റ് വിളിക്കുന്ന എക്സാംസ് ആണ്, അല്ലാതെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനി വിളിക്കുന്ന എക്സാംസിന് അവർക്ക് എന്ത് കാണിക്കാൻ പറ്റും? അവരുടെ റൈറ്റ്സ് കാണിക്കാൻ പറ്റും. അവർക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള നിയമം ഇഷ്ടമുള്ള ആളിനെ അവിടെ എടുക്കാൻ പറ്റും. പക്ഷെ ഗവൺമെന്റ് വിളിക്കുന്ന ഒരു എക്സാംസിൽ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, എല്ലാവരും ഈക്വൽ ആയിരിക്കണമെന്നാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് എന്താണ് SC കാറ്റഗറിക്ക് സ്പെഷ്യൽ പ്രിഫറൻസ് ഉണ്ട്, ST കാറ്റഗറിക്ക് ഉണ്ട്, OBC കാറ്റഗറിക്ക് ഉണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഒരു കാറ്റഗറി വന്നു EWS എന്ന് പറയുന്നത്. ഇവർക്ക് എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ പ്രിഫറൻസ് കിട്ടുന്നില്ലേ? വനിതകൾക്ക് എന്താണ് വുമനിലോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ഫീസ് എക്സംഷൻ വരുന്നു. ഒരു ബാങ്ക് എക്സാമിന് 1000 രൂപയാണ് ഒരു മെയിൽ കാൻഡിഡേറ്റ് നിറയ്ക്കുന്നെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ് എനിക്ക് അറിഞ്ഞൂടെ 300 രൂപ എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇത്രത്തോളം എന്താണ് ഫീസ് എക്സെപ്ഷൻ കൊടുക്കുന്നില്ലേ?
ഇതെല്ലാം എന്താണ് ചെയ്യുന്നുണ്ട്. അപ്പൊ വീണ്ടും 15 പോലെ തന്നെ 16ലും പറയുന്നു, വീണ്ടും നിങ്ങൾ എന്ത് കൊടുക്കുക, സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുക്കുക. എവിടെയൊക്കെ എന്ന് വെച്ചാൽ ഈ പറയുന്ന കാറ്റഗറി, ദാറ്റ് ഈസ് ഫോർ വുമണ് ഫീസ് എക്സംഷൻ കൊടുക്കുക. പിന്നെ ഈ പറയുന്ന സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ട് വരുന്ന ഈ പറയുന്ന SC ST OBC EWS കാറ്റഗറിക്ക് എന്ത് കൊടുക്കുക, നിങ്ങൾ ഫീസ് എക്സംഷൻ കൊടുക്കുക. ഫീസ് എക്സംഷനും ബാക്കി എന്തൊക്കെ സ്പെഷ്യൽ പ്രിഫറൻസസ് ആവശ്യമുള്ളൂ അതെല്ലാം കൊടുത്തോളാം. ഇപ്പൊ വനിതകൾക്കാണെങ്കിൽ ഫീസ് എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ മാർക്കിന് റിഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. എന്നാൽ SC ST OBC കാർക്കും EWS കാർക്കും എന്താണ്, മാർക്കിന് റിഡക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് PH എന്നുള്ളത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടൈം അലോട്ട്മെന്റ് കൂടുതൽ കൊടുക്കുന്നുണ്ട്, പ്രത്യേക വേക്കൻസി എല്ലാം മാറ്റി വെക്കുന്നുണ്ട്. വീണ്ടും എന്താണ് നമ്മൾ ഇന്ത്യക്കകത്ത് ഡിസ്ക്രിമിനേഷൻ കാണുന്നത്, ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ സ്കൂളും കോളേജിലുമാണ് നമ്മൾ കാണുന്നത്, ഫീസിന്റെ റിഡക്ഷനോ അഡ്മിഷന്റെ കാര്യമോ അവിടെയില്ല. ഇവിടെ കാണുന്നത് പബ്ലിക് എംപ്ലോയ്മെന്റ്, ജോലി സ്ഥലത്താണ് കാണുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോണം, ആർട്ടിക്കിൾ 15 സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ ആണെങ്കിൽ, ആർട്ടിക്കിൾ 16 സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇൻ മാറ്റർ ഓഫ് ജോബ്, ജോലി സ്ഥലത്താണ് കൊടുക്കുന്നത്. രണ്ടും പരീക്ഷ വന്നിട്ടുള്ള ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവം, മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 15 നോക്കുക. അതെങ്ങനെയാണ് ആർട്ടിക്കിൾ 15 ഇവിടെ ഒരു ഇഷ്യൂ വരുന്നത് എന്തെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 15 എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യക്കകത്ത് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂൾ മാത്രമല്ല ഉള്ള, ഗവൺമെന്റ് സ്കൂൾ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് പറയണേ കേട്ടുപോകും. പക്ഷെ മറ്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ കാണുന്ന ഗവൺമെന്റിനെ കാട്ടിയും പ്രൈവറ്റ് സ്കൂളുകളാണുള്ളത്. ഓക്കെ, പ്രൈവറ്റ് സ്കൂൾസും ഇന്ത്യക്കകത്ത് കാണും. എഡ്യൂക്കേഷൻ ഗവൺമെന്റ് മാത്രമല്ല, പ്രൈവറ്റ് സ്കൂളുകൾ. ഞാൻ എന്റെ പൈസയ്ക്ക് ഒരു സ്കൂൾ കെട്ടുന്നതിന് എന്തെന്ന് വിളിക്കും, പ്രൈവറ്റ് സ്കൂൾ എന്ന് വിളിക്കും. അപ്പൊ അവിടെ എന്തൊക്കെ നിയമം പറഞ്ഞു, അവിടെ ഏതൊക്കെ ടീച്ചറിന് അലോട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അവിടുത്തെ സ്കൂളിന്റെ ഫീസ് എന്ത് വരണമെന്ന് ഞാൻ തീരുമാനിക്കും. അവിടെ റിസർവേഷൻ കൊടുക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആരുടെ ഉള്ളിൽ വന്ന്, എല്ലാ പ്രൈവറ്റ് സ്കൂളിനും വന്നു. അപ്പൊ പ്രൈവറ്റ് സ്കൂളിന് ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലോട്ട് അഡ്മിഷൻ വേണമെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട് വേണം. ഓൾമോസ്റ്റ് ഒരു കോമ്പറ്റീഷൻ പോലെയാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാട്ടി നല്ല റിസൾട്ട് ഇവർക്ക് ഉണ്ട്. തൊട്ടപ്പുറത്തെ സ്കൂളിനെ കാട്ടി ഇപ്പുറത്തെ സ്കൂളിന് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്ത് വേണം, അവരെന്ത് ചെയ്യണം, ഒരുപാട് കുട്ടികൾ ഇവിടെ കൊണ്ടുവരാൻ അവർക്ക് ഒരു സിറ്റുവേഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. പിന്നെ അവരെന്താണ്, പ്രൈവറ്റ് സ്കൂളുകൾ എന്തിനാണ് റൺ ചെയ്യുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, ഈക്വലി എല്ലാവരെയും എന്താണ് പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അവരിവിടെ വുമൺ ആണോ എന്നൊന്നും നോക്കില്ല, വന്നിക്കുന്ന പെൺകുട്ടിയാണോ പയ്യനാണോ പഠിക്കാൻ വന്നതെന്ന് നോക്കുന്നില്ല. അവർ SC കാറ്റഗറി ആണോ, ST കാറ്റഗറി ആണോ, OBC ആണോ, EWS ആണോ, ഇതൊന്നും അവർ നോക്കാൻ പോകുന്നില്ല. അവർ പറഞ്ഞു എന്റെ സ്കൂളിൽ പഠിക്കണമെങ്കിൽ അത് ഈ പറയുന്ന ആരായിക്കോട്ടെ ഈക്വൽ ഫീസ് തന്നെ അടച്ചു തന്നെ ആവണം. പിന്നെ മാർക്ക് ഇല്ലെങ്കിൽ ഇവിടെ എന്താണ്, അഡ്മിഷന് റിഡക്ഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് മാർക്ക് കുറവാണോ, +1 അഡ്മിഷൻ കിട്ടൂല, 10ാം ക്ലാസ്സോടെ ഇവിടെ നിന്ന് എന്താണ് TC വാങ്ങിച്ച് പോകണം. അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രിക്റ്റ് നിയമങ്ങൾ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് അവർ ഗവൺമെന്റിന്റെ പൈസ വാങ്ങിച്ചല്ല സ്കൂൾ കെട്ടിക്കുന്നത്, അവരെ പൈസയ്ക്കാണ് ഈ സ്കൂൾ കെട്ടിക്കുന്നത്. അപ്പൊ ഇത് ഒരുപാട് ഇഷ്യൂസ് വന്നു. എങ്ങനെയാന്ന് വെച്ചാൽ ഗവൺമെന്റ് സ്കൂളുകളിൽ മാത്രം ആർട്ടിക്കിൾ 15 വാലിഡിറ്റി ഉണ്ട്, പ്രൈവറ്റ് സ്കൂളിന് ഇല്ലല്ലോ എന്ന് പറഞ്ഞ എന്താണ് ഒരു ചോദ്യം വന്നു. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വർഷം 2005 ആയപ്പോൾ ഈ ആർട്ടിക്കിൾ 15 ഒരു ഭേദഗതി വരുത്തി. ദാറ്റ് ഈസ് ബൈ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു നിയമത്തിൽ വരുത്തുന്ന വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അമൻമെന്റ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കും, അമൻമെന്റ് എന്ന് വിളിക്കും. അങ്ങനെ 93rd അമൻമെന്റ് ആക്ട്, 93ാമത്തെ ചേഞ്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വരുത്തി. ആ ചേഞ്ച് എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ, ഇനി മുതൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല ആർട്ടിക്കിൾ 15 പാലിക്കേണ്ടത്, ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എങ്ങനെയാണോ പബ്ലിക് സ്കൂളിൽ വുമണ്ണും SCക്കും STക്കും OBCക്കും EWSനും സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ഫീസിന്റെ കാര്യത്തിനും മാർക്കിന്റെ കാര്യത്തിനും, അതിനി ആരും കൂടി പാലിച്ചിരിക്കണം, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പാലിച്ചിരിക്കണം. അവർക്ക് ഒരിക്കലും എന്താണ്, അതിനൊരു എക്സെപ്ഷൻ ഇല്ല. ഒരു SC കാൻഡിഡേറ്റ് വരെയാണ്, SC കാൻഡിഡേറ്റിന് 10th മാർക്ക് കുറവാണ്, പക്ഷെ ആ SCയുടെ കോട്ടയുണ്ട്, ഇത്ര സീറ്റ് ഒരു SC കുട്ടിക്ക് SC കാറ്റഗറി ഉള്ളവർക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ ആ കുട്ടി എടുത്ത് തന്നെ ആവണം. ഒരു വുമൺ ആണ് പറഞ്ഞെങ്കിൽ ഫീസ് കുറച്ച് തന്നെ വാങ്ങിച്ചിരിക്കണം. സിംഗിൾ ഗേൾ ചൈൽഡ് ആണെങ്കിൽ ഒരു ഫീസും വാങ്ങിക്കാൻ പാടില്ല. ചെറിയ വ്യത്യാസമൊക്കെ ഓരോ പ്രൈവറ്റ് സ്കൂളിലും, പക്ഷെ വലിയ വ്യത്യാസങ്ങളൊന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ നിയമം, സോ ബൈ ദ 93rd Amendment Act of 2005, the Constitution has made a change that both the public and the private institutions has to follow the special preferences of Article 15. Special preference of Article 15 പാലിച്ചിരിക്കണം both public and private institutions. Clear ആണോ? That is for Article 15. Article 15 വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്.
ബിക്കോസ് 16ാമത്തെ ആർട്ടിക്കിൾ നമ്മൾ എടുക്കുമ്പോൾ ഇന്ത്യക്കകത്ത് എന്താണ്, പബ്ലിക് എംപ്ലോയ്മെന്റ് ഗവൺമെന്റ് എക്സാംസിന്റെ അകത്ത് റിസർവേഷൻ ഉള്ളൂ. പ്രൈവറ്റ് എക്സാംസിന്റെ അകത്ത് ഇപ്പൊ ടാറ്റ നടത്തുന്ന എക്സാംസിന്റെ അകത്ത് ടാറ്റ എന്ത് വെക്കില്ല, റിസർവേഷൻ സിസ്റ്റം വയ്ക്കൂല. അവർ വിളിച്ചിട്ട് നോർമൽ ഇന്റർവ്യൂ നടത്തും. അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ ഏത് കാറ്റഗറി അവർ നോക്കൂല. ഓക്കെ, ഇത് തന്നെ ചേഞ്ച്. ഇപ്പൊ ഇന്ത്യക്കുള്ള പല എക്സാംസും ഉണ്ട്. ഇപ്പൊ ഐ എസ് ആർ ഒക്കകത്ത് റിസർവേഷൻ ഇല്ല. ഡിഫൻസിന്റെ അകത്ത് എന്താണ്, റിസർവേഷൻ ഇല്ല. അതേപോലെ ജഡ്ജിന്റെ എക്സാം വരുന്നത്, സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി, അതിലൊന്ന് ക്ലാറ്റ് എന്നൊക്കെ പറയും എക്സാം. അതിൻ്റെ അകത്തൊന്നും എന്താണ്, റിസർവേഷൻ വരുന്നില്ല. അങ്ങനെ ഇന്ത്യക്കകത്ത് പല എക്സാംസിന്റെ അകത്ത് റിസർവേഷൻ ഉണ്ട്, ഇല്ലാത്തതുണ്ട്. അതെല്ലാം ഗവൺമെന്റ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഡിഫൻസ് എന്ന് പറഞ്ഞ എക്സാമിന്റെ അകത്ത് എല്ലാവർക്കും അത് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഫിസിക്കലി എന്തെങ്കിലും ഡിസേബിൾ ഉള്ള ആൾക്കാർ അവരെ എടുക്കില്ല. ബിക്കോസ് അവർക്ക് വേണ്ട ടോട്ടലി ഫിസിക്കലി ഫിറ്റ് ആൾക്കാരെയാണ് വേണ്ടത്. അതെല്ലാം ചെയ്യാം. ഇപ്പൊ എസ് നടത്തുന്ന ഒരു എക്സാം, 30 വയസ്സാണ് CGLന്റെ ഏറ്റവും കൂടിയ പ്രായ ലിമിറ്റ് എന്ന് പറയുന്നത്. 35 വയസ്സായ ആളും എന്ന് പറയുന്നു, എൻ്റെ കയ്യിൽ ഗ്രാജുവേഷൻ ഉണ്ട്, എനിക്ക് നിങ്ങൾ അപ്പിയർ ചെയ്യാനുള്ള ചാൻസ് തരണം. അതൊന്നും ബേസിക് ക്വാളിഫിക്കേഷൻ ചേഞ്ച് വരുത്താൻ പറ്റില്ല. SSC ഏജ് ലിമിറ്റ് 30 വെച്ചാൽ 30ന്റെ അകത്ത് ഒന്ന് അപ്പിയർ ചെയ്തോളൂ. 30ന്റെ അകത്തുള്ള ഒരാളുടെ കൂടെ ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ കാണിക്കില്ല. ഈ ഏജ് ലിമിറ്റിന്റെ പുറത്ത് വന്നിട്ട് എൻ്റെ കൂടെ ഡിസ്ക്രിമിനേഷൻ കാണിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. ഓക്കെ, ക്വാളിഫിക്കേഷൻസിൽ ഒരു കൺസിഡറേഷൻ കൊടുക്കാൻ പോകുന്നില്ല. ഇനി നമ്മൾ എന്താണ് ഈ ഒരു ആർട്ടിക്കിൾ 16 പഠിക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് നമ്മൾ ഇന്ത്യക്കകത്ത് വരുന്ന റിസർവേഷൻ സിസ്റ്റം ഇതോടെ പഠിക്കുകയാണ്. ആർക്കൊക്കെ എത്ര സീറ്റ് കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇന്ത്യക്കകത്ത് റിസർവേഷൻ സിസ്റ്റം വന്നത്, ഏതൊക്കെ കാസ്റ്റിന് ഏതൊക്കെ റിസർവേഷൻ ഉണ്ടെന്ന്. ഇതിൻ്റെ അകത്തുനിന്ന് ചോദ്യം 2019 CGL 2020 CGL 2 ചോദ്യം വരെയാണ്. അത് ശ്രദ്ധിച്ചോണം. കംപ്ലീറ്റ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്, റിസർവേഷൻ സിസ്റ്റം. ഇന്ത്യക്കകത്ത് എങ്ങനെയാണ് റിസർവേഷൻ സിസ്റ്റം വന്നതെന്ന് വെച്ചാൽ, 1950 നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയപ്പോഴത്തേക്കും അംബേദ്കർ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവായ BR അംബേദ്കർ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യക്കകത്ത് ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചൂഷണം എക്സ്പ്ലോയിറ്റഡ് ആയിട്ട് കിടന്ന കമ്മ്യൂണിറ്റി ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് SCയും ST കമ്മ്യൂണിറ്റി എന്ന് പറയും. ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നും പറയും. ഷെഡ്യൂൾഡ് കാസ്റ്റും ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് ഈ 2 കമ്മ്യൂണിറ്റീസാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ വരുന്ന സമയത്തും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന സമയത്ത്, അതിന് മുമ്പ് ഉണ്ടായിരുന്ന സമയത്തും ഒരുപാട് മുകളിലുള്ള ജാതിക്കാരെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച 2 കാറ്റഗറിയാണ് SC കാസ്റ്റും ST കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുക, ഗവൺമെന്റ് എന്ത് കൊടുക്കുക, റിസർവേഷൻ കൊടുക്കണം. ഇവർക്ക് എന്താണ്, ഒരു സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുക്കണം. എന്നിട്ട് ഏറ്റവും കൂടുതൽ SC ST കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അംബേദ്കർ തന്നെ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ, 1950 മുതൽ ജസ്റ്റ് ഒരു 10 വർഷത്തേക്ക്, ദാറ്റ് ഈസ് ടിൽ 1960 മാത്രം നിങ്ങൾ എന്ത് കൊടുക്കുക, റിസർവേഷൻ കൊടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഗവൺമെന്റ് 1950 ഇന്ത്യക്ക് അത് ആദ്യ ഇലക്ഷൻ 51-52 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ നടക്കുന്ന ഇലക്ഷന് ശേഷം തൊട്ട് അല്ലെങ്കിൽ 50 തൊട്ട് 1947 തൊട്ട് ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. 46 ടെമ്പററി ഗവൺമെന്റും 47 തൊട്ട് ഒരു ഗവൺമെന്റ് ഇവിടെ റൺ ചെയ്യാണ്. അപ്പോൾ ഇവരോട് പറയാണ് 1950 ആയി, ഇനി നിങ്ങൾ ഒരു 10 വർഷം എന്ത് ചെയ്യുക, SC ST കാസ്റ്റിനെ നല്ലപോലെ ഡെവലപ്പ് ചെയ്യാം. റിസർവേഷൻ കൊടുക്കുമ്പോൾ വെറും 10 വർഷത്തേക്ക് മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു സ്ഥലത്തല്ലേക്കും ഈ റിസർവേഷൻ സിസ്റ്റം ചെന്ന് നിൽക്കാൻ പോകുന്നത്. നിങ്ങളിത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഈ സിസ്റ്റം ഒരിക്കലും നിങ്ങളെ കയ്യിൽ നിൽക്കില്ല, കയ്യിൽ നിന്ന് പിടി വിട്ടു പോകുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. പിന്നെ ഒരിക്കലും ഇന്ത്യക്കകത്ത് റിസർവേഷൻ സിസ്റ്റം നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോൾ. അതുകൊണ്ട് 10 വർഷം മാക്സിമം ഡെവലപ്പ് ചെയ്യുക. ഈ 2 കമ്മ്യൂണിറ്റിയെ മറ്റ് കമ്മ്യൂണിറ്റിയെ ഈക്വലന്റ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് ഈ സിസ്റ്റം ഇന്ത്യക്കകത്ത് നിന്ന് അങ്ങ് അബോളിഷ് ചെയ്ത് കളാം എന്ന് ആര് പറഞ്ഞു? ഏറ്റവും കൂടുതൽ റിസർവേഷനെ ഫൈറ്റ് ചെയ്ത അംബേദ്കർ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ 1950 അങ്ങ് സ്റ്റാർട്ടായി. 50 മുതൽ 1960 ആയി. 1960ക്ക് മുമ്പേ തന്നെ അംബേദ്കർ മരിച്ചു പോകുന്നു. 1960 ആകുമ്പോഴത്തേക്ക് എന്താണ്, റിസർവേഷന്റെ 10 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. SC STക്ക് ആ കാലത്തുള്ള എല്ലാ റിസർവേഷനും ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16 അകത്തും SC ST കാറ്റഗറിക്ക് മാക്സിമം റിസർവേഷൻ കൊടുത്ത് പോകുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, അംബേദ്കർ ഉദ്ദേശിച്ച ഒരു ഡെവലപ്മെന്റ് ഒന്നും ആർക്ക് ചെയ്യാൻ പറ്റിയില്ല, അന്നത്തെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം എന്തോ പറഞ്ഞു, നിങ്ങൾ മാക്സിമം ഡെവലപ്പ് ചെയ്ത് ഇവരെ ഇക്വലന്റ് ആയിട്ട് മറ്റു കാസ്റ്റിന്റെ കൂടെ ഇക്വലന്റ് ആയിട്ട് നിർത്താൻ പറഞ്ഞു. പക്ഷെ അന്നത്തെ ഗവൺമെന്റ് അത് ഒരിക്കലും ചെയ്യാൻ പറ്റാതാവുന്നു. അംബേദ്കർ ഉദ്ദേശിച്ചതിന്റെ പകുതി പോലും എന്താണ് ഡെവലപ്മെന്റ് കിട്ടാതാവുന്നു.
അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ SC ST ഗ്രൂപ്പിലുള്ള ആൾക്കാരുള്ളിൽ എന്താണ് ഒരു ഫീല് വരുമെന്ന് വെച്ചാൽ നമുക്ക് ഡെവലപ്മെന്റ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അവർക്ക് അവർ അർഹതപ്പെട്ട അന്നത്തുള്ള ഡെവലപ്മെന്റ് അവർക്ക് കിട്ടാതാവുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇത് പെട്ടെന്നും റിസർവേഷൻ ഇനി നാളെ തൊട്ടില്ല, 1960 ആയി ഇനി തൊട്ട് റിസർവേഷൻ ഇല്ല എന്നെന്താണ് ഒരിക്കലും പറയാൻ പറ്റൂല. ബിക്കോസ് SC ST കാറ്റഗറി ഉള്ളിലുള്ള ആൾക്കാർക്ക് എന്ത് ഫീൽ വരും, നമുക്ക് ഡെവലപ്മെന്റ് ഇല്ല, ഗവൺമെന്റ് ഇതാ എന്ത് ചെയ്യാണ്, റിസർവേഷൻ പിൻവലിക്കാൻ പോവുകയാണ്, അതോടെ എന്താണ് നമ്മൾ വീണ്ടും പണ്ടത്തോല. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, ഇവരുടെ വോട്ട്, പക്ഷെ ഇവരെല്ലാം ഇന്ത്യക്കാരല്ലേ, ഇവർക്കെല്ലാം വോട്ട് ലഭിക്കുന്നുണ്ട്. ആ വോട്ടെല്ലാം ആരൊക്കെ നഷ്ടപ്പെട്ടു, അടുത്ത വരുന്ന 1960ക്ക് ശേഷം ഗവൺമെന്റ് ഇലക്ഷന് നിൽക്കുമ്പോഴത്തേക്ക് ആ ഗവൺമെന്റ് എന്താണ്, വോട്ട് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1960 ആയപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു ഇത് 10 വർഷത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നു, 1970 വരെ എന്തിരിക്കട്ടെ, റിസർവേഷൻ ഇരിക്കട്ടെ. വീണ്ടും 10 വർഷം 1970 ആയപ്പോൾ അന്ന് ഭരിക്കുന്ന ഗവൺമെന്റിന് ഈ റിസർവേഷൻ സിസ്റ്റം എടുത്ത് കളയാൻ പേടിയാണ്. ബിക്കോസ് ഈ വോട്ട് ബാങ്ക് എന്താണ്, നഷ്ടപ്പെട്ടു. ബിക്കോസ് ഏകദേശം ഒരു 16.6% ഇന്ത്യക്കകത്ത് SC പോപ്പുലേഷനും ഏകദേശം ഒരു 10% ST പോപ്പുലേഷൻ, ഇന്ത്യക്കകത്ത് ഒരു കാൽഭാഗത്തിൽ കൂടുതൽ വോട്ട് എന്താണ് ഈ രണ്ട് ഗ്രൂപ്പിനുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ 1/4 വോട്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഏതൊരു പാർട്ടിക്കും പേടിയാവുന്നു. വീണ്ടും 10 വർഷം എക്സ്റ്റെൻഡ് ചെയ്യുന്നു, 1980 ആവുന്നു. 1980 ആകുമ്പോഴത്തേക്കും അപ്പോഴും എടുത്ത് കളയുന്നില്ല. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന വർഷം എത്ര ആയെന്ന് വെച്ചാൽ 2020 എത്തി. ഓക്കെ, 1990, പിന്നെ 2000, 2010, 2020 എത്തി. 2020 എത്തിയപ്പോൾ ഗവൺമെന്റ് ഏതെന്ന് വെച്ചാൽ ഇപ്പം ഭരിക്കുന്ന മോദി ഗവൺമെന്റ് ആണ് വരുന്നത്. മോദി ഗവൺമെന്റ് വന്നപ്പോഴും 1950 to 1960 ആയപ്പോൾ ഗവൺമെന്റ് ഫ്രണ്ടിൽ എന്തായിരുന്നു സിറ്റുവേഷൻ, എന്താണ് ഈ വോട്ട് ബാങ്കിനെ അഫക്റ്റ് ചെയ്യും. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഗവൺമെന്റും എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റും വീണ്ടും 10 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ടിൽ 2030, 2030 വരെ എന്താണ് ഈ റിസർവേഷൻ സിസ്റ്റം അതുപോലെ റൺ ചെയ്യും. അപ്പോൾ ഓരോ തവണ എന്താണ് 10 വർഷം കൂട്ടി എഴുതി പോകുമ്പോൾ അത് ഓരോ അമെൻമെന്റ് ആയിട്ട് നമുക്ക് പഠിക്കണം. പക്ഷെ നമ്മൾ ആ 1950 ഏത് അമെൻമെന്റ്, 1960 ഏത്, 70 അതൊന്നും പഠിക്കേണ്ട, ഏറ്റവും റീസെന്റ് അമെൻമെന്റ് മാത്രം പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് എ റീസെന്റ് ആയിട്ട് നിയമപുസ്തകത്തിന്റെ അകത്ത് 104ാമത്തെ 104th അമെൻമെന്റ് ആക്ട് പ്രകാരം വർഷം 2020 ഗവൺമെന്റ് നിയമം കൊണ്ടുവരുന്നു. ദ പ്രസന്റ് റിസർവേഷൻ സിസ്റ്റം വിൽ ബി എക്സ്റ്റെൻഡഡ് ഫ്രം 2020 to 2030 ഫോർ 10 years. 10 വർഷത്തേക്ക് എൻ്റെ ഗവൺമെന്റ് എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ഇപ്പോഴത്തെ ഗവൺമെന്റ് പറഞ്ഞു. അതിന് അവർ കൊണ്ടുവന്ന അമെൻമെന്റ് ഏതെന്ന് വെച്ചാൽ 104th അമെൻമെന്റ് ആക്ട് 2020. 104ാമത്തെ ചേഞ്ച് ആണ് ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷന് വരുത്തിയത്, വീണ്ടും 10 വർഷത്തേക്ക്. ഇനി കാണുന്ന റിസർവേഷൻ സിസ്റ്റം എന്തായാലും 2030 വരെ ഇങ്ങനെ തന്നെ റൺ ചെയ്യും. 2030 ശേഷം ഒരു ഗവൺമെന്റ് വന്ന് അവർ മാറ്റുമെങ്കിൽ മാറും, ഇല്ലെങ്കിൽ വീണ്ടും ഈ സെയിം റിസർവേഷൻ സിസ്റ്റം എക്സ്റ്റെൻഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് ആര് നേരത്തെ കൂട്ടി പറഞ്ഞത്, അംബേദ്കർ പറഞ്ഞത്. അംബേദ്കറിന് ഈ വിഷയം നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, അംബേദ്കർ ആദ്യമേ പറഞ്ഞു ഇങ്ങനെയൊക്കെ നിങ്ങളെ കയ്യിൽ നിന്ന് ഇത് വിട്ടുപോകും, പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഇത് പിൻവലിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു പോകുന്ന ആര് പറഞ്ഞു, അംബേദ്കർ പറഞ്ഞിരുന്നു. ആ 10 വർഷം ഗവൺമെന്റ് 1950 to 1960 വരെ മാക്സിമം SC ST കാറ്റഗറിക്ക് എന്താണ് എല്ലാ ഡെവലപ്മെന്റ്സും കൊടുത്ത് അവരെ മാക്സിമം മറ്റു കാറ്റഗറിയുടെ ഈക്വലന്റ് ആക്കി വെച്ചിരുന്നെങ്കിൽ ഇന്ത്യക്കകത്ത് 60യോടെ സിസ്റ്റം അങ്ങ് അവസാനിച്ചാണ്. പക്ഷെ ഇപ്പൊ എന്താണ്, ഒരിക്കലും പിൻവലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവർക്ക് എത്ര സീറ്റാണ് ലഭിക്കുന്നത്. നിങ്ങൾ പരീക്ഷയെ കാണുമ്പോൾ ഓരോ എക്സാംസ് വിളിക്കുമ്പോൾ SC കാറ്റഗറിക്ക് മാത്രം ഇത്ര സീറ്റ് വയ്ക്കുന്നു, അവർക്ക് മാത്രമായിട്ട് എക്സാം നടത്തുന്നു. ST കാറ്റഗറി ഉള്ളവർക്ക് ഇത്ര സീറ്റ് വയ്ക്കുന്നു, അവർക്ക് മാത്രമായിട്ട് എക്സാം നടത്തുന്നു. OBC കാറ്റഗറിക്ക് ഇത്ര സീറ്റ്, ഇപ്പൊ പുതിയ കാറ്റഗറി EWSന് ഇത്ര ശതമാനം സീറ്റ്, ഇതെല്ലാം വയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഇന്ത്യക്കകത്ത് വന്നത്, എത്ര ശതമാനമാണ് കൊടുക്കുന്നത്, അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് റിസർവേഷൻ കൊടുത്തത് SC ST കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. അപ്പൊ ആ കൊടുത്ത കമ്മീഷൻ അപ്പൊ നോക്കാം, ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ 1950 അംബേദ്കർ പറയുന്ന റിസർവേഷൻ കൊടുക്കണമെന്ന്. അങ്ങനെ റിസർവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കമ്മിറ്റി വന്നിരിക്കാൻ പോകുന്ന കമ്മിറ്റിയുടെ പേരാണ് കലേൽക്കർ കമ്മീഷൻ. കലേൽക്കർ കമ്മീഷൻ. കലേക്കർ കമ്മീഷൻ. അപ്പൊ കലേക്കർ കമ്മീഷൻ എന്ന് പറയുന്നത്, കലേക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഹെഡായിട്ട് വരുന്ന കമ്മീഷനായിരുന്നു കലേൽക്കർ കമ്മീഷൻ എന്ന് പറയുന്നത്. കലേൽക്കർ ആണ്. കലേൽക്കർ. ഓക്കെ, അപ്പൊ കലേൽക്കർ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, ഹെഡായിട്ടിരിക്കുന്ന ഒരു കമ്മീഷനാണ് കലേൽക്കർ കമ്മീഷൻ. ഈ കലേൽക്കർ കമ്മീഷനെ ഇരുത്തുന്ന വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ ശ്രദ്ധിച്ചോണം. 1953 ഇദ്ദേഹത്തിന് ഇരുത്തുന്നത്. നോക്കാം, അംബേദ്കർ പറഞ്ഞ 1950 ഇവിടെ കമ്മീഷൻ ഇരുത്തിയ 1953, 3 വർഷം കഴിഞ്ഞാണ് ഇരുത്തുന്നത് തന്നെ.
അതെന്തോ ആയിക്കൊണ്ടോട്ടെ 1953 കലേൽക്കർ കമ്മീഷൻ കെയിം. ഓക്കെ, കലേൽക്കർ കമ്മീഷൻ കെയിം ഇൻ ദ ഇയർ 1953. റിപ്പോർട്ട് വെച്ച വർഷം, റിപ്പോർട്ട് സബ്മിറ്റ് ആണോ. ഓക്കെ, ഇവർ 3 വർഷത്തെ സമയമെടുത്തു, എല്ലാം പഠിച്ചു വന്നു. എത്ര SC ST ഇന്ത്യക്കകത്ത്, അവരൊക്കെ എന്തൊക്കെ വേണമെന്ന് എല്ലാം പഠിച്ചു വന്നു. അപ്പോൾ 3 വർഷം എടുത്ത് 1956 എന്ത് ചെയ്യുന്നത്, കലേൽക്കർ കൊണ്ടുവന്നിട്ട് എന്ത് വയ്ക്കുന്നത്, റിപ്പോർട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്നു ഗവൺമെന്റ് ഫ്രണ്ടിൽ. അപ്പോൾ കലേൽക്കർ കമ്മീഷനെ കുറിച്ച് പഠിക്കേണ്ട ആദ്യ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഇൻ ഇന്ത്യ. ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യക്കകത്ത് വരുന്ന ആദ്യ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കലേൽക്കർ കമ്മീഷൻ. കലേൽക്കർ കമ്മീഷൻ വാസ് ദ ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഇൻ ഇന്ത്യ. കമ്മീഷൻ വരുന്നത് കെയിം ഇൻ 1953, റിപ്പോർട്ട് വയ്ക്കുന്നത് 1956. ഇതാണ് ഒരു കഴിഞ്ഞ CGL ചോദ്യം വന്നിരുന്നത്. കലേൽക്കർ കമ്മീഷൻ ഏത് വർഷമാണ് വന്നത്, ദാറ്റ് ഈസ് 1953 ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ കലേൽക്കർ കമ്മീഷന്റെ റിപ്പോർട്ട് വായിച്ചു ഗവൺമെന്റ് തുറന്നു നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും SC ST കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ ഇന്ത്യക്കകത്ത് വേണം. ഈ പറയുന്ന SC ST കമ്മ്യൂണിറ്റിക്ക് എത്ര ശതമാനം റിസർവേഷൻ കൊടുക്കണമെന്ന് വെച്ചാൽ 70% റിസർവേഷൻ കൊടുക്കാൻ പറഞ്ഞു. എത്രയാണ്, 70% റിസർവേഷൻ കൊടുക്കാൻ പറഞ്ഞു. എന്ന് പറയുമ്പോൾ 100 സീറ്റിന് ഒരു പരീക്ഷ നടക്കുകയാണ്, 100 സീറ്റിന് ഒരു പരീക്ഷ നടക്കുകയാണെങ്കിൽ അതിൽ 70 സീറ്റ് ആർക്ക് മാറ്റിവെക്കണം, SC ST കമ്മ്യൂണിറ്റിക്ക്. ഇപ്പം MBBSന് 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 70 സീറ്റ് ആർക്ക് മാറ്റിവെക്കുക, SC ST കമ്മ്യൂണിറ്റിക്കാർക്ക്. ഇത് ഗവൺമെന്റ് എന്ത് ചെയ്തു, ആ സമയം തന്നെ ഗവൺമെന്റ് പറഞ്ഞു ഒരിക്കലും നടക്കാത്ത കേസാണത്. ബിക്കോസ് SC എന്ന് പറയുന്ന ഇന്ന് നമ്മൾ 2022 എടുത്തു നോക്കിയാൽ SC എന്ന് പറയുന്ന കോട്ടയിൽ പിന്നെയും സീറ്റ് ഫില്ല് ആവാറുണ്ട്. SCയിൽ ഇപ്പൊ 50 സീറ്റ് SCക്ക് കൊടുക്കുന്നെങ്കിൽ അത് ഓൾമോസ്റ്റ് ഫില്ല് ആവാറുണ്ട്. എന്നാൽ ST എന്ന് പറയുന്ന കോട്ടയിൽ എന്താണ്, അങ്ങനെ നടക്കാറില്ല. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. കാട്ടിലുള്ള ആൾക്കാർ എന്തിൽ കൂട്ടും, ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ കൂട്ടാറുണ്ട്. അവർ ആക്ച്വലി എന്താണ്, ഇങ്ങനെ ഒരു എക്സാം നടക്കുന്ന പോലും എന്താണ് പലരും അറിയാറില്ല. ഈ കോട്ട എന്താണ്, അങ്ങനെ ഫില്ല് ആവാത്ത ഒരു കോട്ടയാണ് ST എന്ന് പറയുന്നത്. അതുകൊണ്ട് 100ൽ നിന്ന് 70 ബാക്കി വെച്ചാൽ ബാക്കി 30 കോട്ടയിലാണ് ജനറൽ ആൾക്കാർ എല്ലാവരും കൂടി ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടത്. അതെന്താണ്, ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞു. ഈ 70 എന്ന് പറയുന്ന ഫിഗർ പറ്റില്ല എന്ന് എന്ത് പറഞ്ഞു, ഗവൺമെന്റ് പൂർണ്ണമായിട്ടും തുറന്നു പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാം കൂടി കമ്മീഷൻ വീണ്ടും ഇരുന്ന് പഠിച്ചിട്ട് ഇവരെ ലാസ്റ്റിൽ ഒരു സിസ്റ്റം വെച്ച് എന്തെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് SC കമ്മ്യൂണിറ്റിക്ക് 15% റിസർവേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. 100ൽ 15 സീറ്റ് ആരൊക്കെയാണ്, SCക്കാർ തന്നെ ഫില്ല് ചെയ്തിരിക്കണം. ST എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് എത്ര ശതമാനം സീറ്റ് വെച്ചെന്ന് വെച്ചാൽ 7.5% സീറ്റ് വെച്ചു. 7.5% റിസർവേഷൻ ആരെ കൊടുക്കണം, ST കമ്മ്യൂണിറ്റിക്ക്. അപ്പോൾ ഇന്ത്യക്കകത്ത് വരുന്ന ടോട്ടൽ റിസർവേഷൻ എത്രയെന്ന് വെച്ചാൽ 15 + 7.5 ദാറ്റ് ഈസ് 22.5%. 22.5% ഇന്ത്യക്കകത്ത് റിസർവേഷൻ ഏതൊക്കെ കാറ്റഗറിക്കാണ്, SC ആൻഡ് ST കാറ്റഗറിക്കാണ്. ക്ലിയർ ആണോ? ഇതാണ് എന്താ പറയുന്നത് 1956 ശേഷം തൊട്ട് എന്താണ് ഇന്ത്യക്കകത്ത് കാണുന്ന റിസർവേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ ആദ്യമായിട്ട് റിസർവേഷൻ തുടങ്ങുന്നത് 22.5% വെച്ചാണ് ഇന്ത്യക്കകത്തുള്ള റിസർവേഷൻ തുടങ്ങുന്നത്. അപ്പൊ SC ST കാറ്റഗറിയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്നതാണ്, ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും SCയും അല്ല ST അല്ലാത്ത ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. എന്നാൽ അവരെന്തല്ല, ജനറൽ കാറ്റഗറിയിലും പെടുന്നില്ല. അവർ SC ST കാറ്റഗറി അല്ല, പക്ഷെ അവരെന്താണ് ജനറലിലോട്ട് അങ്ങനെ വന്നിട്ടില്ല. ഇതിന്റെ നടുക്കിൽ ഒരു കാറ്റഗറി കാണുന്നു, ദാറ്റ് ഈസ് OBC എന്ന് പറയും, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി വന്നു. ഈ കമ്മ്യൂണിറ്റി വന്നിട്ട് ഇവർ പറയുന്നു, അപ്പൊ നോക്കാം SC ST കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് റിസർവേഷൻ കിട്ടുന്നു, സ്പെഷ്യൽ സ്റ്റാറ്റസ്, ഇങ്ങനെ പലതും കണ്ടപ്പോൾ ജനറൽ അല്ലാത്ത കുറെ ആൾക്കാർ എന്ത് പറഞ്ഞു, നമുക്കും ഇതിനെ എന്താണ് യൂട്ടിലൈസ് ചെയ്യാം, നമ്മളെ എന്തിലോട്ട് ആഡ് ചെയ്യാം, നമ്മളെ SC STയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തിരിക്കണം, പുതിയൊരു കമ്മ്യൂണിറ്റി ഇന്ത്യക്കകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വന്ന ഗ്രൂപ്പാണ്, കാറ്റഗറിയാണ് OBC, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയും. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ ഒരുപാട് സമരം വയ്ക്കുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹരിയാനയിൽ നടന്ന ജാട്ട് സമുദായം, ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമുദായമാണ് എന്തെന്ന് ഒരു സെക്ഷൻ ഹരിയാന സൈഡിൽ കാണുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള സമൂഹമാണ് ജാട്ട് സമുദായം. അവരെന്തിന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ OBC കാറ്റഗറിയിലോട്ട് ആഡ് ചെയ്യാൻ ചോദിച്ചു. ഇവർ ബസ് കത്തിച്ചു, ട്രെയിൻ കത്തിച്ചു, എല്ലാം ചെയ്തു. ഇവരെ ലാസ്റ്റ് എന്തിലോട്ട് ആഡ് ചെയ്യേണ്ടി വന്നു, ജാട്ട് സമുദായത്തിന് OBCയിലോട്ട് ആഡ് ചെയ്തു. ഇപ്പൊ OBCയിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന സമുദായം ഏതെന്ന് വെച്ചാൽ മറാഠ ഗ്രൂപ്പാണ്. ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഗ്രൂപ്പാണ്. ഇന്ത്യ ഭരിച്ച ഗ്രൂപ്പാണ് ഏത്, മറാഠ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരെ ഇപ്പൊ എന്തിലോട്ട് ആഡ് ചെയ്യണമെന്ന് പറയുന്നു, റിസർവേഷൻ OBCയിലോട്ട് ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഈക്വലൻ ടു നമ്മളെ കേരളത്തിലെ രാജകുടുംബം ചെന്നിട്ട് എന്ത് പറയുന്നു, നമ്മളെ OBCയിലോട്ട് ആഡ് ചെയ്യാൻ ചോദിക്കും പോലെയാണ് മറാഠ ഗ്രൂപ്പ് ചെന്നിട്ട് ഇപ്പോൾ OBCയിലോട്ട് ആഡ് ചെയ്യാനായിട്ട് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടി തുടങ്ങും. അപ്പൊ ഏതൊരു വലിയ ഗ്രൂപ്പ് നോക്കുക,
മുഗൾസ് വരെ ഒരു സമയത്ത് അടിമകളായിട്ടുണ്ട് മറാഠേർ. അവർ ചെന്ന് റിസർവേഷൻ ചോദിക്കണമെന്ന് വെച്ചാൽ അവരെന്താണ്, ഇതാണ് ആര് പറഞ്ഞത്, അംബേദ്കർ പറഞ്ഞിട്ടുള്ള കയ്യിൽ നിൽക്കില്ല എന്ന്. രാജ്യം ഭരിക്കുന്ന കമ്മ്യൂണിറ്റി എന്ന് ഇപ്പോൾ ചോദിക്കുകയാണ് എന്ത് വേണമെന്ന്, റിസർവേഷൻ വേണമെന്ന്. അതാണ് ഇന്ത്യക്ക് സൈഡ് എഫക്ട്സ് അംബേദ്കർ നേരത്തെ കണ്ടിട്ടുണ്ടായത്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഒ ബി സി കമ്മ്യൂണിറ്റിയെ കുറിച്ച്, ഒ ബി സിക്ക് റിസർവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് പഠിക്കാൻ ഒരു കമ്മീഷൻ വരുന്നു. ദാറ്റ് ഈസ് എ മണ്ഡൽ കമ്മീഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് മണ്ഡൽ കമ്മീഷൻ എന്ന് പറയും. മണ്ഡൽ കമ്മീഷനെ പിടിച്ചിരുത്തുന്ന ഈ കമ്മീഷന് നേരത്തെ എങ്ങനെയാണോ കലേൽക്കർ കമ്മീഷന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി വിളിച്ചത്, അതേപോലെ മണ്ഡൽ കമ്മീഷനെ വിളിക്കുന്ന വർഷം 1979, 1979 മണ്ഡൽ കമ്മീഷനെ വിളിക്കുന്നത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചത് എപ്പോഴെന്ന് വെച്ചാൽ 1980 മണ്ഡൽ കമ്മീഷൻ എന്ത് വയ്ക്കുന്ന റിപ്പോർട്ട് വയ്ക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞ് എന്തെന്ന് വെച്ചാൽ, ഈ റിപ്പോർട്ടിൽ പോണതിന് മുമ്പ് 1956 SC ST കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കിട്ടി. അതിനുശേഷം ഒരുപാട് കേസസ് വന്നു. ഇഷ്ടം പോലെ ഇന്ത്യക്കകത്ത് കേസസ് വന്നപ്പോൾ 1963 ആയപ്പോൾ സുപ്രീം കോടതി ഒരു ഉത്തരവ് പറയുന്നു. ഇത് നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് കേട്ട് പോയാൽ മതി. 1963 സുപ്രീം കോടതി ഒരു ഉത്തരവ് പറയുന്നു, ഇന്ത്യക്കകത്ത് ഇനിയും റിസർവേഷൻ ചോദിച്ച് ഗ്രൂപ്പുകൾ വരും. 1956 SC ST കിട്ടിയതിനു ശേഷം OBC അന്ന് തൊട്ട് തുടങ്ങിയാണ്. പിന്നെ 79 അവർ റിപ്പോർട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ സുപ്രീം കോടതി എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ഇനി ഇന്ത്യക്കകത്ത് എന്താണ് ഒരുപാട് ഗ്രൂപ്പ്സ് റിസർവേഷൻ ചോദിച്ചുകൊണ്ട് വരുന്നതിന്റെ ഒരു ഇപ്പോഴേ കൂട്ടി ഒരു തടയിടണം, ഓക്കെ, ഒരു സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി സുപ്രീം കോടതി ഒരു ഉത്തരവ് പറഞ്ഞെന്തെന്ന് വെച്ചാൽ, ഇന്ത്യക്കകത്ത് ഏതൊരു എക്സാമോ ഏതൊരു കോളേജോ സ്കൂളിലേക്ക് വേണ്ടി സീറ്റോ എന്ത് നടന്നാലും എക്സാം എല്ലാം നടക്കുമ്പോഴത്തേക്കും 50% കൂടുതൽ ഒരിക്കലും റിസർവേഷൻ നടക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 100 സീറ്റിന്റെ അകത്ത് നിങ്ങൾ 100 സീറ്റിന് വേണ്ടി പരീക്ഷ നടത്തുമ്പോൾ 50 സീറ്റ് നിങ്ങൾ റിസർവേഷൻ വെച്ചോളാം. ബാക്കി 50 പ്രോപ്പർ എക്സാം നടന്നിരിക്കണം. പ്രോപ്പർ ആയിട്ട് വരണം. ജനറൽ കോട്ട UR കാറ്റഗറി അൺറിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എഴുതാൻ 50 സീറ്റ് വയ്ക്കാം. 50 സീറ്റിന്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്തോളാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റിസർവേഷൻ കൊടുത്തോളാൻ വേണ്ടി എന്ത് പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു. ഇന്ത്യക്കകത്ത് എന്ത് സംഭവിച്ചാലും 50% കൂടുതൽ എന്ത് കൊടുക്കാൻ പാടില്ല, റിസർവേഷൻ കൊടുക്കാൻ പാടില്ല. ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് OBC കമ്മ്യൂണിറ്റി പോകുന്നത്. OBC കമ്മ്യൂണിറ്റിക്ക് അറിയാം സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം നമുക്ക് 50 കൂടുതൽ ഒരിക്കലും പോകാൻ പാടില്ല. ഇന്ത്യയിൽ അന്നത്തെ സ്ഥിതി 1980 വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര ശതമാനം റിസർവേഷൻ ഉണ്ടെന്ന് വെച്ചാൽ 15 SCക്ക് 7.5 STക്ക് മൊത്തം 22.5% ഉണ്ട്. ഞാൻ റൗണ്ട് ഓഫ് ചെയ്ത് 23% ഒന്ന് കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ 22.5% തന്നെ നിൽക്കട്ടെ. അപ്പൊ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ 50% കൂടുതൽ ഒരിക്കൽ റിസർവേഷൻ പോകാൻ പാടില്ല. ഇന്ത്യയിൽ ഉള്ളത് ഇപ്പൊ എത്രയാണ്? 22.5%. OBCക്കാർ എത്ര ശതമാനം റിസർവേഷൻ ചോദിച്ചെന്ന് വെച്ചാൽ 27% റിസർവേഷൻ ചോദിച്ചു. അപ്പൊ 27.5% റിസർവേഷൻ എന്നുള്ള ടോട്ടൽ ആഡ് ചെയ്യുക എത്ര വരും? 49%. 49.5% ഇന്ത്യക്കകത്ത് റിസർവേഷനോ. അപ്പൊ സുപ്രീം കോടതിയുടെ ഉത്തരവ് തെറ്റിച്ചോ? ഒരിക്കലും തെറ്റിച്ചില്ല. 50% താഴെയല്ലേ എന്തെന്ന് പറയുന്നത്? 49% കറക്റ്റ് ആണ്. അപ്പൊ ഇവർക്ക് എത്ര ശതമാനം റിസർവേഷൻ കിട്ടുന്നു? 27% റിസർവേഷൻ കിട്ടും. അപ്പൊ OBC കമ്മ്യൂണിറ്റിക്ക് എത്ര ശതമാനം റിസർവേഷൻ? 27% റിസർവേഷൻ കിട്ടും. പക്ഷെ ഈ ഒരു സംഭവം 27% എന്നൊരു സംഭവം, ഓക്കെ, ഒറ്റ അടിക്ക് 27 സീറ്റ് 100 OBC കമ്മ്യൂണിറ്റിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. പലരും എന്താണ് ഇതിന് അഗേൻസ്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ജനറൽ കോട്ടയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. നമ്മൾ ഇനി എങ്ങനെ എക്സാംസ് എഴുതും, നമുക്ക് എങ്ങനെയാണ് ഇത്ര സീറ്റ്സ് ഒക്കെ കുറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു ഗവൺമെന്റ് 1980 തൊട്ട് ഒരു ഗവൺമെന്റിന് അപ്രൂവൽ കൊടുത്തിട്ടില്ല, ഇതിന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് അവർക്കറിയാം ജനറൽ കോട്ടയിൽ ഇനി വോട്ട് എന്താണ് ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷെ സഹിക്കാൻ വയ്യാതെ 1990 ആയപ്പോൾ VP സിംഗ് ഗവൺമെന്റ് വരുന്നു. ഓക്കെ, ഒരു ഗവൺമെന്റ് ഉള്ളതാണ് VP സിംഗ് ഗവൺമെന്റ്. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു VP സിംഗ്. ആ ഗവൺമെന്റ് മോദി, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ മോദി ഗവൺമെന്റ് എന്ന് വിളിക്കും. അതേപോലെ VP സിംഗ് പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ VP സിംഗ് ഗവൺമെന്റ് ഉണ്ട്. ഈ VP സിംഗ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? 1990 മണ്ഡൽ കമ്മീഷന് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നു. മണ്ഡൽ കമ്മീഷന്റെ 27% എന്ത് ചെയ്യുന്നു? അപ്രൂവ് ചെയ്യുന്നു. പരീക്ഷ ചോദിക്കും വിച്ച് ഗവൺമെന്റ് അപ്രൂവ്ഡ് മണ്ഡൽ കമ്മീഷൻ ഓർ ദ റിസർവേഷൻ ഓഫ് OBC ചോദിച്ചാൽ ദാറ്റ് ഈസ് VP സിംഗ് ഗവൺമെന്റ് ഇൻ 1990. 1990 എന്ത് ചെയ്ത് കൊടുക്കുന്നു? പൂർണ്ണമായിട്ടും അപ്രൂവൽ ചെയ്ത് കൊടുക്കുന്നു. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ നിന്നപ്പോൾ എല്ലാവരും എന്താണ് OBC കാറ്റഗറിക്ക് ഹ്യൂജ് ആൾക്കാർ വരുന്നു. എല്ലാവരും എന്നെ OBCയിലോട്ട് ആഡ് ചെയ്യുക, എന്റെ കാറ്റഗറി OBCയിലോട്ട് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. എല്ലാ കാറ്റഗറി OBCയിലോട്ട് പതുക്കെ പൊയ്ക്കൊണ്ട് തുടങ്ങി. ഇങ്ങനെ നിന്ന സമയത്താണ് എന്ത് നടക്കുന്നതെന്ന് വെച്ചാൽ, ഒരു വനിത, അവരുടെ പേരാണ് ഇന്ദിര സഹാനി.
ഇന്ദിരാ സഹാനി 1992 1992 കൊണ്ടുവന്ന ഒരു കേസ് കൊടുക്കുന്നു. ഇന്ദിരാ സഹാനി 1992 കൊണ്ടുവന്ന ഒരു കേസ് കൊടുക്കുന്നു. ആ കേസിൽ ഇന്ദിരാ സഹാനി പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, ഈ OBC കാറ്റഗറിയിൽ എല്ലാവർക്കും ഒന്നും റിസർവേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്കും, ഇതിൻ്റെ അകത്ത് ഒരു അപ്പർ ക്ലാസ്സിലുള്ള വ്യക്തിയാണ്. ഫോർ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക, OBC കാറ്റഗറിയിൽ നിന്ന് 2 കുട്ടികൾ വരെയുണ്ട്. ഒരു കുട്ടി എന്ന് പറയുന്നത് സിറ്റിയിൽ പഠിച്ചിട്ടുള്ള, ഓക്കെ, ഏതെങ്കിലും സിറ്റി, ഇപ്പൊ ഡൽഹിയിലോ ചെന്നൈയിലോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ട്രിവാൻഡ്രമോ ഏതെങ്കിലും സിറ്റി പഠിച്ചിട്ടുള്ള, അച്ഛനും അമ്മയും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ജോലിയുണ്ട്, ഫിനാൻഷ്യലി എല്ലാം സപ്പോർട്ടഡ്, നല്ല സ്കൂളും കോളേജിലും എല്ലായിടത്തും പഠിച്ച ഒരു കുട്ടിയാണ്. മറ്റൊരു കുട്ടി എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൽ പഠിച്ചാണ്, അച്ഛനും അമ്മയ്ക്ക് വലിയ എഡ്യൂക്കേഷൻ ഉണ്ട്, സാധാരണ ജോലിയും ചെയ്ത് ജീവിക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് വെച്ച് എഡ്യൂക്കേഷനായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഒരു സീറ്റിനുള്ള ഏതെങ്കിലും ഒരു പരീക്ഷ, സപ്പോസ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്, ഒരു സീറ്റിനുള്ള ഒരു പരീക്ഷ നടക്കുകയാണ്, OBC കാറ്റഗറിക്കാർക്ക് മാത്രമുള്ള ഒരു പരീക്ഷയാണ്. ഇവർ രണ്ടുപേരുമാണ് ഫൈനൽ ലിസ്റ്റ് വന്നിരിക്കുന്ന. ഒരു കുട്ടി ഹൈലി എഡ്യൂക്കേറ്റഡും നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള, ഒരു സാധാ എഡ്യൂക്കേറ്റഡും അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത. അപ്പോൾ ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസം, ഈ കുട്ടി നല്ല സ്കൂളും കോളേജും എല്ലാ എഡ്യൂക്കേഷനും എല്ലാം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്കായിരിക്കും ആ സീറ്റ് പോകുന്നത് ഈ സാധാ കുട്ടിയെ കാട്ടി. അപ്പോൾ ഈ കുട്ടിയായിരിക്കും ആ പോസ്റ്റിലോട്ട് എന്ന് ജോലി കയറും. ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, ആരൊക്കെയാണ് അത് അർഹതപ്പെട്ടിരുന്നത്? ചെറുതിലെ എല്ലാ ഫെസിലിറ്റീസും കിട്ടിയ ഒരു കുട്ടിയാണോ, അതോ സ്വന്തം കഷ്ടപ്പെട്ട് വന്ന ഒരു കുട്ടിക്കാണോ റിസർവേഷൻ വേണ്ടത്? തീർച്ചയായിട്ടും ഈ കുട്ടിക്കായിരുന്നു ചെറിയൊരു സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും റിസർവേഷൻ ഈക്വൽ ആണ്, രണ്ടുപേരും OBC കാരാണ്, രണ്ടുപേർക്കും ഈക്വൽ റിസർവേഷൻ കൊടുക്കണമെന്ന് ഗവൺമെന്റ് അന്നത്തെ നിയമം ഉണ്ടായിരുന്നു. ഇതാണ് ഇന്ദിരാ സഹാനി ചോദ്യം ചെയ്തത്. ഇവിടെ ഒരു ഹയർ കാറ്റഗറി വരുന്ന, ഒരു ഹയർ ഫിനാൻഷ്യൽ എല്ലാം ഉള്ള ഒരാളിന് കിട്ടണം, ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള ആളിന് കിട്ടണം. അങ്ങനെ 92 കോടതി ഒരു ഉത്തരവ് പറയുന്നു, ദാറ്റ് ഈസ് OBC കാറ്റഗറിയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ തൊട്ട്, വൺ ഈസ് ക്രീമി ലെയർ, ദ അതർ ഈസ് നോൺ ക്രീമി ലെയർ എന്ന് പറയും. വൺ ഈസ് ക്രീമി ലെയർ, ദ അതർ ഈസ് നോൺ ക്രീമി ലെയർ. എന്താണ് ക്രീമി ലെയർ? ഇപ്പൊ നിങ്ങൾ പാലെടുത്തിട്ട് അതിനെ കുറെ ഇങ്ങനെ കടയുമ്പോൾ, ഓക്കെ, പാലിന് നെയ്യാക്കി എടുക്കാൻ വേണ്ടി ഇങ്ങനെ കടയുമ്പോഴത്തേക്കും അതിന്റെ മുകളിൽ വന്നിട്ട് എന്താണ്, നെയ്യ് മുകളിലോട്ട് കിടക്കും, അല്ലെങ്കിൽ ക്രീം ഒന്ന് മുകളിലോട്ട് കിടക്കും, ബാക്കി പാലിന്റെ കണ്ടന്റ് എല്ലാം താഴെ വന്ന് കിടക്കും. അതേപോലെയാണ് ഒരു കാറ്റഗറി എടുത്താലും മുകളിൽ എല്ലാ ഫിനാൻഷ്യലും എഡ്യൂക്കേഷനും പൈസയും എല്ലാം ഉള്ളവരെ ക്രീമി ലെയർ എന്നും, താഴെ കിടക്കുന്നവരെ നോൺ ക്രീമി ലെയർ എന്നാണ് വിളിക്കുന്നത്. ക്രീമിയും നോൺ ക്രീമി എന്നും വിളിക്കും. അങ്ങനെ മുകളിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഇനി മുതൽ എന്തില്ല, മാർക്കിന്റെ റിഡക്ഷൻ, എന്താണ്, OBCക്കകത്ത് റിസർവേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ക്രീമി ലെയർ, OBC കാറ്റഗറിക്ക് അകത്തുള്ളവർക്ക് ക്രീമി ലെയർ ഉള്ളവരാണെങ്കിൽ ദേ ഡസന്റ് റിസർവ് റിസർവേഷൻ, അവർക്ക് റിസർവേഷൻ ഒന്നുമില്ല. നോൺ ക്രീമി ലെയറിലുള്ളവർക്ക് മാത്രം എന്തോ ഉള്ളൂ, OBC കാറ്റഗറിക്കകത്ത് റിസർവേഷൻ ഉള്ളൂ. പക്ഷെ OBC ആയിട്ട് ജനിച്ച ഒരു വ്യക്തിക്ക് എന്തുണ്ട്, ഏജ് റിലാക്സേഷനും കിട്ടും, മാർക്കിന്റെയും ചെറിയ അളവൊക്കെ കിട്ടും, ബാക്കി എക്സെപ്ഷൻ ഒന്നുമില്ല. ഓക്കെ, അതിൽ കാണും, OBCക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് ഈ ക്രീമിക്ക് നോൺ ക്രീമിക്ക് എന്താണ്, രണ്ടും സെപ്പറേറ്റഡ് ആയിട്ട് വരും. ക്രീമി ലെയറുകാർക്ക് കുറെ സംഭവങ്ങൾ കിട്ടില്ല, എന്നാൽ കുറച്ച് സംഭവങ്ങൾ കിട്ടും. നോൺ ക്രീമിക്കാർക്ക് എല്ലാം കിട്ടും, എല്ലാ സംഭവം OBC കാറ്റഗറിക്ക് പറയുന്ന എല്ലാ ബെനിഫിറ്റ്സ്, ഏജ് റിലാക്സേഷൻ, മാർക്കിന്റെ റിഡക്ഷൻ, അങ്ങനെ ഫീസ് റിഡക്ഷൻ, അതെല്ലാം കിട്ടും. ഈ മറ്റ് ക്രീമി ലെയറിലുള്ളവർക്ക് ഫീസ് റിഡക്ഷൻ ഒന്നും വരില്ല, ജനറലിന്റെ അതേ ഫീസ് ഒക്കെയാണ് അടയ്ക്കേണ്ട. ബാക്കി കുറെ ഉണ്ട്, ആ കാറ്റഗറി ഉള്ളവർക്ക് അത് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽ നോക്കണം. നമ്മൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി. OBC കാറ്റഗറി വാസ് സ്പ്ലിറ്റ് ഇൻ ടു ക്രീമി ലെയർ ആൻഡ് നോൺ ക്രീമി ലെയർ by the Indira Sahani case of 1992. Indira Sahani case of 1992 ആണ് OBC ലെയറിനെ ക്രീമിയും നോൺ ക്രീമിയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തത്. ക്ലിയർ ആണോ? അപ്പൊ ഇന്ത്യയിലെ റിസർവേഷൻ സിസ്റ്റത്തിന്റെ 3 കാറ്റഗറി നമ്മൾ പഠിച്ചു. SC/ST ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചു, OBCയെ കുറിച്ചും പഠിച്ചു. എന്നാൽ ഇതിലോട്ട് വന്ന ഏറ്റവും പുതിയൊരു ഗ്രൂപ്പാണ് EWS എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇത് 2019 പൂർണ്ണമായിട്ടും മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന റിസർവേഷൻ സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്, EWS സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഈ സിസ്റ്റം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ആദ്യം തന്നെ അതിന്റെ ഫുൾ ഫോം എന്തെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ഇതിനെയാണ് EWS എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്ത് SCയും STയും OBC ഗ്രൂപ്പുകളല്ല മാത്രം ഇന്ത്യക്കകത്ത് കഷ്ടതകൾ അനുഭവിച്ചു വരുന്നത്. പണ്ടുണ്ടായിരുന്ന ജനറൽ കാറ്റഗറിയിൽ ഇന്നും വെറും സാധാരണക്കാരായിട്ട് സാമ്പത്തികമായിട്ടും വളരെ മോശമായിട്ട് കിടക്കുന്ന ജനറൽ കാറ്റഗറിക്കകത്ത്, ഓക്കെ, ജനറൽ എന്ന് പറയുന്ന കാറ്റഗറി, ഈ മൂന്നും അല്ലാത്ത കാറ്റഗറിയാണ് ജനറൽ കാറ്റഗറി എന്ന് വിളിക്കുന്നത്. ഈ ജനറൽ കാറ്റഗറിക്കകത്ത് എന്താണ്, സാമ്പത്തികമായിട്ട് വളരെ മോശമായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് റിസർവേഷൻ കൊടുത്തിരിക്കണം. അതാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ വരുന്നത്, അതെല്ലാം നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് EWSനെ മോദി ഗവൺമെന്റ്
കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എഴുതി വെച്ചിട്ടുള്ള നിയമമാണ്. SC ST OBCക്ക് മാത്രം റിസർവേഷൻ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും പുതിയതായിട്ട് ഒരു ഗ്രൂപ്പും കൂടി വരികയാണ് EWS. അപ്പൊ നിയമത്തിൽ ഒരു ചേഞ്ച് വരുത്തുകയാണ്. EWSന് ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ 103rd അമെന്റ്മെന്റ് ആക്ട് 103rd അമെന്റ്മെന്റ് ആക്ട് 2019, 103ാമത്തെ അമെന്റ്മെന്റ് ആക്ട് 2019 പ്രകാരമാണ് EWS എന്നുള്ള ഗ്രൂപ്പിന് എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് കൊണ്ടുവന്ന ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ്. അത് ഓർത്ത് വെച്ചോണം. കൊണ്ടുവന്ന ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് ഈ ഒരു സെക്ഷന് റിസർവേഷൻ കൊണ്ടുവരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ എ ജനറൽ കാറ്റഗറി. ജനറലിലുള്ള ആൾക്കാർ, ഇതിന്റെ അകത്ത് ഇനി എന്താണ് SC ST OBCക്കാരെ കയറ്റില്ല. ഇതിന്റെ അകത്ത് ഓൺലി ഫോർ ജനറൽ ആൾക്കാർ മാത്രമേ ഉള്ളൂ. വേറെ ആർക്ക് ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായിട്ട് മോശമുള്ള ആൾക്കാർക്ക് ചെന്നിട്ട് എന്തിന് അപ്ലൈ ചെയ്യാൻ പറ്റും? EWS അപ്ലൈ ചെയ്യാം. ഇതിന് ഒരുപാട് ഇത് വരുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഒരുപാട് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ഇത് കിട്ടാൻ സാധ്യതയുള്ള പലരും ഉണ്ട്, പക്ഷെ വാങ്ങിക്കാറില്ല. പല എക്സാംസിനും ചിലപ്പോൾ OBCയെ കാട്ടി എന്ത് പോകുന്നുണ്ട്, മാർക്ക് കുറവ് വാങ്ങിച്ചോ അത് EWS. ബിക്കോസ് ഇന്ത്യക്കകത്ത് EWS കിട്ടുന്ന വളരെ കുറച്ചേ ഉള്ളൂ. എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് പേരൊക്കെ പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ 2 സെന്റ് 2 സെന്റിന്റെ അകത്ത് വീട് ഉണ്ടായിരിക്കണം. റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ, വീടുള്ള കോർപ്പറേഷൻ ഏരിയ ആണെങ്കിൽ 2 സെന്റ് മാത്രമേ വീട് പാടുള്ളൂ. അതൊരു വില്ലേജ് പഞ്ചായത്ത് ഏരിയ ആണെങ്കിൽ എത്ര വരെ പോകാം? 4 സെന്റ് വരെ. 4 സെന്റിന്റെ അകത്തുള്ള വീടും വസ്തുവൊക്കെ 4 സെന്റ് അകത്താണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചോദിച്ചു പോവാം. അതല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രാമം കർഷകന്റെ ഏരിയ ആണെങ്കിൽ 5 ഏക്കർ വരെ പോകാം. 5 ഏക്കറുള്ള കർഷകനാണെങ്കിൽ EWSന് ആപ്ലിക്കബിൾ ആണ്. 5 ഏക്കറോ അതിന്റെ താഴെ, 2 സെന്റോ അതിന്റെ താഴെ കോർപ്പറേഷൻ ഏരിയ, 4 സെന്റോ അതിന്റെ താഴെ വില്ലേജ് ഏരിയ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾ വീട് ഇരിക്കുന്ന ഇതിന്റെ താഴെയാണ്. പിന്നെ വീടില്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ല, ഡയറക്റ്റ് പോയാൽ മതി. പിന്നെ എന്താണ് 8 ലക്ഷം എന്ന് പറഞ്ഞാൽ വാർഷിക വരുമാനത്തിന് താഴെ ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ഒരു 60,000 താഴെ, മാസം 60,000 താഴെ ശമ്പളമുള്ള ആരാണോ അവർക്ക് ചെന്നിട്ട് എന്ത് ചോദിക്കാൻ പറ്റും? ഇപ്പൊ ഒരു കുട്ടിയുടെ അച്ഛൻ 60,000 താഴെയാണ്, വാർഷിക ഒരു മാസത്തെ ശമ്പളം 60,000 താഴെ, അങ്ങനെ കൂട്ടുമ്പോൾ ഒരു വർഷം 8 ലക്ഷത്തിന്റെ താഴെ വരും. ഇതിന്റെ അകത്ത് ഓൾമോസ്റ്റ് ഇന്ത്യക്കകത്ത് ഒരു 80% ആൾക്കാർ 8 ലക്ഷം വാർഷിക വരുമാനത്തിന്റെ താഴെ വന്ന് വീഴും. ഓക്കെ, അപ്പോൾ അത് ഒരു ഇഷ്യൂ വരില്ല. ഈ വീടിന്റെ ഏരിയയാണ് ഇഷ്യൂ വരുന്നത്. ഇതുണ്ടെങ്കിൽ പോയി ചെന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വില്ലേജിൽ നിന്ന് പിന്നെ അവിടെ നേരെ താലൂക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? EWS എന്നുള്ള റിസർവേഷൻ കിട്ടും. അത് ഉള്ള കുട്ടികൾ വാങ്ങിക്കാം. ഓക്കെ, ഇനി EWSന് എത്ര ശതമാനം റിസർവേഷൻ വെച്ചു? SCക്ക് OBCക്കും കൊടുത്തപോലെ EWSന് എത്ര റിസർവേഷൻ വെച്ചെന്ന് വെച്ചാൽ 10% റിസർവേഷൻ വെച്ചു. ഇവിടെ വരുന്ന ഇഷ്യൂ നിങ്ങൾ നോക്കാം. SC ST OBCയും കൂടി ചേർന്നിട്ട് ഇപ്പൊ എത്ര ശതമാനമാണ് റിസർവേഷൻ ഉണ്ടെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 49% റിസർവേഷൻ ഇരിക്കുന്നു. ഇനി 1963 സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടാവും 50% കൂടുതൽ എന്ത് പാടില്ല? റിസർവേഷൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്ത്. 49% ഓൾറെഡി ഉണ്ടായിരുന്നു. 2019 EWSന് റിസർവേഷൻ കൊടുക്കുമ്പോൾ എത്ര ശതമാനമായിട്ട് മാറി? ഇനി ഈസി ആയിട്ട് 50% ഒരു അടുത്തുള്ള കാൽക്കുലേഷൻ എടുത്തു. ഓക്കെ, റൗണ്ട് ഓഫ് ചെയ്തു. അപ്പൊ 50 + 10 60% ഇന്ത്യക്കകത്ത് റിസർവേഷൻ ആവിടെ. 100 സീറ്റിൽ ഇന്ത്യക്കകത്ത് നിന്ന് ഒരു എക്സാം നടന്നാൽ 60 റിസർവ്ഡ് ആയി കഴിഞ്ഞു. ഇവിടെ റിസർവേഷൻ കാറ്റഗറിക്ക് മാറ്റിവെച്ച് ബാക്കി 40 മാത്രമേ ഇനി അൺറിസർവ്ഡുകാർക്ക് എന്താണ് ഒരു പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ എന്തുമാത്രം ഈ ജനറൽ കാറ്റഗറിക്കാർക്ക് ടൈറ്റ് ആവണമെന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ എന്ത് പറഞ്ഞു? ഇങ്ങനെ 10% കൂടി വരുമ്പോൾ സുപ്രീം കോടതിയുടെ 63ാമത്തെ 1963 ഉത്തരവിനെ തെറ്റിക്കേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ കോടതി കേസ് വരുന്നു, 2ഉം 3ഉം കേസൊക്കെ ആവുന്നു. ലാസ്റ്റ് കോടതി ഉത്തരവ് പറയുന്നു തീർച്ചയായിട്ടും ഈ നിയമം എടുത്ത് കളയാൻ പറ്റില്ല. ബിക്കോസ് EWS എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജനറലിന്റെ അകത്ത് എന്താണ് ഒരുപാട് ആൾക്കാർക്ക് എന്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലി വളരെ മോശമായിട്ട് കിടക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ കാറ്റഗറിക്ക് തീർച്ചയായിട്ടും റിസർവേഷൻ കിട്ടിയിരിക്കണം. റിസർവേഷൻ കിട്ടേണ്ട ഒരു കാറ്റഗറി ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് എ 10% റിസർവേഷൻ ഇവർ കൊടുത്തിരിക്കുന്നു എന്ന് ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത് മാറ്റിയിട്ടില്ല. ഇതിന് എഗൻസ്റ്റ് കുറെ കേസൊക്കെ പോകുന്നു. അത് പക്ഷെ മാറ്റാനൊന്നും പോകുന്നില്ല. EWS പ്രസന്റ് ആയി കഴിഞ്ഞു. പിന്നെ അതിന്റെ ക്രൈറ്റീരിയാസിൽ ചെറിയ വ്യത്യാസം വരുത്താൻ പോകുന്നതെന്നുള്ളൂ. ഈ 8 ലക്ഷം എന്ന് പറഞ്ഞാൽ കുറച്ച് 6 ലക്ഷമൊക്കെ ആക്കാൻ പോകുന്നു. ഇപ്പൊ OBCയുടെ നമ്മൾ പഠിച്ചല്ലോ, ക്രീമി ലെയറും നോൺ ക്രീമി ലെയർ എന്ന് പറയുന്നത്. അതിലിങ്ങനെയാണ് നോക്കുന്നത്. 6 ലക്ഷത്തിന്റെ താഴെ വാർഷിക വരുമാനം ഉള്ളവര് നോൺ ക്രീമി, അതിന്റെ മുകളിലുള്ളവരെ ക്രീമിയിലോട്ടൊക്കെ കൂടും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് ഇന്ത്യയുടെ റിസർവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ റിസർവേഷൻ സിസ്റ്റം നോക്കുക. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ബോക്സ് ആയിട്ട് വരച്ചോണം. SCക്ക് എത്ര ശതമാനം റിസർവേഷൻ ഉണ്ട്? 15%. ST ഗ്രൂപ്പിന് എത്ര ശതമാനം റിസർവേഷൻ ഉണ്ട്? 7.5%.
അതിന് OBC ഗ്രൂപ്പിന് എത്ര റിസർവേഷൻ ഉണ്ട്? 27%. ദെൻ പുതിയതായിട്ട് വന്ന EWSന് എത്ര ശതമാനം റിസർവേഷൻ ഉണ്ട്? 10% റിസർവേഷൻ. ഇത് ഇത്രയും പഠിച്ചോണം. പരീക്ഷയ്ക്ക് ഏത് വേണോ എടുത്ത് ചോദിക്കാം. വന്ന കമ്മീഷൻസ് അറിയാമല്ലോ, ഏത് അമെന്റ്മെന്റ് ആണ് EWSന്റെ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്, അവിടെ കമ്മീഷൻ പഠിക്കേണ്ട. ബാക്കി എല്ലാത്തിനും 3നും കമ്മീഷൻ വരുന്നുണ്ട്. ആ 3 കമ്മീഷൻസ് നമ്മൾ നോക്കി. ഇത് ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ റിസർവേഷൻ സിസ്റ്റം പറയുന്നത്. ഇനി എന്ത് ചെയ്യാം, അടുത്ത ആർട്ടിക്കിളിലോട്ട് പോകും. ആർട്ടിക്കിൾ 14, 15, 16 പഠിച്ചു. 16-നകത്തുള്ള റിസർവേഷൻ സിസ്റ്റം ഫുള്ള് പഠിച്ചു. അടുത്ത 17 റൈറ്റ് ടു ഇക്വാലിറ്റിയിലെ മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17, ദാറ്റ് ഈസ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഐത്തത്തിന്റെ അഗെയിൻസ്റ്റ് ഉള്ള ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് എന്തായിരുന്നു, ഒരു മേൽജാതിക്കാരൻ നടന്നു പോകുമ്പോൾ ആ വഴിയിൽ എന്താണ് ഒരു കീഴ്ജാതിക്കാരൻ വരാൻ പാടില്ല, മുകളിലുള്ള ജാതിയിലുള്ളവരെ ടച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. അതെന്താണ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഇന്ത്യക്കകത്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഗാന്ധിജിയുടെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന നിയമം കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് എഴുതി തന്നെ ആവണം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ ആർട്ടിക്കിൾ 17 ആര് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബൈ ഗാന്ധിജിയാണ് ഒരുപാട് ഫോഴ്സ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഈ നിയമം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ആരൊക്കെ വേണ്ടി ജയ് വിളിച്ച്, അല്ലെങ്കിൽ ദ സ്ലോഗൻ ഗാന്ധിജി കി ജയ്, ഗാന്ധിജി കി ജയ് എന്ന് പറയുന്ന സ്ലോഗൻ വാസ് കോൾഡ് ഡ്യൂറിംഗ് ദ പാസിംഗ് ഓഫ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 ആയ ദ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ നിയമം നമ്മൾ എഴുതി തയ്യാറാക്കി പാസ്സായപ്പോൾ, എല്ലാവരും പറയും ഈ നിയമം വേണം എന്ന് പറഞ്ഞ പാസ്സായപ്പോൾ ആരൊക്കെ ജയ് വിളിച്ചു എന്ന് വെച്ചാൽ ഗാന്ധിജി കി ജയ് സ്ലോഗൻ വാസ് കോൾഡ് ഡ്യൂറിംഗ് പാസിംഗ് ഓഫ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 പാസ് ചെയ്തപ്പോൾ ഈ സ്ലോഗൻ ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാജ്യം ഇങ്ങനെ മുമ്പിലോട്ട് പോയപ്പോഴും എന്താണ്, ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇത് ഫോളോ ചെയ്യാറില്ല. ആൾക്കാർ പണ്ടത്തെ ആ സിസ്റ്റം തന്നെ കാണിച്ചുകൊണ്ടിരുന്നു. ഒരു താഴ്ന്ന ജാതിക്കാരെ വന്ന് മുകളിലുള്ള ജാതിക്കാരനെ തൊടുമ്പോഴത്തേക്ക് മാറുന്നില്ല എന്നൊക്കെ വന്നു. അപ്പോൾ ഇതെന്താണ്, ഒരുപാട് ഇങ്ങനെ വന്നെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷന്റെ ലൂപ്പ് ഹോൾസ് വെച്ച് ആൾക്കാരെ പലരും രക്ഷപ്പെട്ടു പോണ കണ്ടിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നു, ദാറ്റ് ഈസ് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട്. അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 19 അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955. ഈ നിയമപ്രകാരം എന്താക്കി, സ്ട്രിക്റ്റ് ആക്കി. ഇനി ഏതെങ്കിലും വ്യക്തി മറ്റൊരു വ്യക്തിയെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജാതിയുടെ പേര് പറഞ്ഞ് എന്തെങ്കിലും വിളിക്കുകയോ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനായിട്ടുള്ള പെനാൽറ്റി ഉണ്ട്, അതിനുള്ള ജയിലിൽ ചെന്ന് കിടക്കേണ്ടി വരുന്നു. അതാണ് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പറയുന്നത്. ഓക്കെ, പിഴ എനിക്ക് 500 പിഴയും 2 വർഷമോ അങ്ങനെ എന്തോ ജയിലിൽ പോയി കിടക്കണം, അങ്ങനെ എന്തൊക്കെ ശിക്ഷ ഉണ്ട്. ഓക്കെ, അതൊക്കെ IPC-യിലാണ്, നമ്മളിവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. സോ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് പറയുന്നത് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ആർട്ടിക്കിൾ 17 സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിയമമാണിത്. ഇതിൽ ഈ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ വാക്ക് പലരെ സെന്റിമെന്റ്സിനെ ടച്ച് ചെയ്യുന്നു. അൺടച്ചബിലിറ്റി. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ നിയമത്തിന് പുതിയൊരു പേരിട്ടു, അല്ലെങ്കിൽ നിയമത്തിന്റെ പേര് മാറ്റി. അപ്പൊ ആർട്ടിക്കിൾ 17 പറയുന്ന പുതിയ നിയമം ഏതെന്ന് വെച്ചാൽ പഴയ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് നിയമം അത് തന്നെയാണ്, പേര് മാത്രം മാറ്റിയുള്ളൂ. ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. Protection of Civil Rights. Protection of Civil Rights Act 1976. Protection of Civil Rights Act 1976 എന്ന് പുതിയ പേര് കൊടുത്തു. അപ്പോൾ പഴയ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിന്റെ പുതിയ നിയമമാണ് ഇത്. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1976 പേര് മാറ്റിയോണ്ട് 1976 എന്ന് ഇടുന്നു. ഏത് ആർട്ടിക്കിളിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 17 കുറിച്ച് പറയുന്നു. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇക്വാലിറ്റിയുടെ ലാസ്റ്റ് ആർട്ടിക്കിൾ നോക്കാം. ദാറ്റ് ഈസ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ നോക്കാം, പണ്ട് കാലത്ത് ആൾക്കാർ പേരിന്റെ ഫ്രണ്ടിൽ എന്ത് ചേർക്കുന്നു, ഇപ്പൊ ദിവാൻ എന്ന് പറയുന്ന പേര് ചേർക്കുന്നു, രാജ എന്നുള്ള പേര് ചേർക്കുന്നു, മഹാരാജ എന്ന പേര് ചേർക്കുന്നു, രാജാധിരാജ എന്ന പേര് ചേർക്കും. ഇങ്ങനെയൊക്കെ പേരിട്ടാണ് പണ്ടത്തെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നത്. അതേ ഫോളോ തന്നെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം ചില ഒരു പേരിന്റെ ഫ്രണ്ടിൽ എന്താണ് ഇതെല്ലാം ചേർക്കുന്നു. അപ്പൊ ഇതെന്താണ്, ഒരു ഇക്വാലിറ്റി കാണിക്കുന്നില്ല. പലരും ഇപ്പോഴും പണ്ടത്തെ സ്റ്റാറ്റസും രാജ്യവും പദവിയൊക്കെ എന്താണ് ഇപ്പോഴും യൂസ് ചെയ്ത് വരുന്നത് എന്താണ് ഗവൺമെന്റിന് തെറ്റായിട്ട് തോന്നി. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി കൊണ്ടുവന്നപ്പം തന്നെ തീരുമാനിച്ചു, ഇനിയും തൊട്ട് ആരും പേരിന്റെ ഫ്രണ്ടിൽ എന്താന്ന് രാജാന്നോ ദിവാനെന്നോ മഹാരാജ രാജാതിരാജാന്നോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ പേരങ്ങ് ഇട്ടോണം മഹാരാജ എന്ന പേര്, അല്ലാതെ ഒരിക്കലും സ്വന്തം പേരിന്റെ ഫ്രണ്ടിൽ എന്താണ് ഇങ്ങനെ ഒരു ടൈറ്റിലൊന്നും ആരും കൊടുക്കാൻ പാടില്ല എന്നെന്താണ് ഒരു നിയമം വരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരുടെ പേരിന്റെ ഫ്രണ്ടിൽ ഒരു ടൈറ്റിൽ, ആരും പേരിന്റെ ഫ്രണ്ടിൽ ടൈറ്റിൽ വയ്ക്കാൻ പാടില്ല. പക്ഷെ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് മിലിറ്ററി ടൈറ്റിൽസ്.
മിലിറ്ററി ടൈറ്റിൽസ്, അക്കാഡമിക് ടൈറ്റിൽസ്, പിന്നെ സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ടൈറ്റിൽസ്. സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ടൈറ്റിൽസ്, ഈ മൂന്നും വയ്ക്കാം. അതിൽ ആദ്യം നമ്മൾ പഠിക്കുകയാണ് മിലിറ്ററി ടൈറ്റിൽസ്. മിലിറ്ററി ടൈറ്റിൽസ് എന്ന് വെച്ചാൽ പട്ടാള പദവിയോ പട്ടാളം പോലീസ് പദവികൾ വരുന്നത് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ കേണൽ, ലെഫ്റ്റിനന്റ് കേണൽ, മേജർ, മേജർ ജനറൽ, ഇങ്ങനത്തെയൊക്കെ പട്ടാളത്തിൽ കൊടുക്കുന്ന പദവികൾ, അഡ്മിറൽ, വൈസ് അഡ്മിറൽ, ഇതൊക്കെ ഡിഫൻസിൽ നിന്ന് കിട്ടുന്ന പദവികളുണ്ട്. ഇതെല്ലാം എന്താണ് പേരിന്റെ കൂടെ വയ്ക്കുക. ഇപ്പൊ IPS, അത് എന്താണ് ഒരു മിലിറ്ററി ടൈറ്റിൽ വിടുന്ന സംഭവമാണ്. അപ്പൊ അതെല്ലാം എന്താണ് പേരിന്റെ കൂടെ അതെല്ലാം വയ്ക്കാം. അല്ലാതെ കൊണ്ടുവന്ന് വേറെ ഒരു ടൈറ്റിൽസും വയ്ക്കാൻ പാടില്ല. അക്കാഡമിക് ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു നേടുന്ന ടൈറ്റിൽസ്. ഫോർ എക്സാമ്പിൾ ഡോക്ടറേറ്റ്, ഡോക്ടറേറ്റ് PhD കഴിയുമ്പോഴത്തേക്ക് ഡോക്ടറേറ്റ് ലഭിക്കുന്നു. അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, അതെന്താണ് പഠിച്ച് നേടുന്ന ടൈറ്റിൽസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ടൈറ്റിൽസ് എന്താണ് വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന ടൈറ്റിൽസ് എന്താണ് പേരിന്റെ ഫ്രണ്ടിൽ വയ്ക്കാം. അതേപോലെ പട്ടാളത്തിൽ നിന്ന് ലഭിക്കുന്ന മിലിറ്ററി ടൈറ്റിൽസ് എന്താണ് പേരിന്റെ കൂടെ വയ്ക്കാം. മൂന്നാമത് വരുന്നതാണ് സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ടൈറ്റിൽസ്. എന്താണ് സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ടൈറ്റിൽസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഭാരത് രത്നയാണ്. അപ്പൊ ഭാരത് രത്ന നേടുന്ന ഒരു വ്യക്തിക്ക് എന്താണ് അദ്ദേഹത്തിന്റെ പേരിന്റെ ഫ്രണ്ടിൽ ഭാരത് രത്ന എന്ന് പറഞ്ഞുകൊണ്ട് വയ്ക്കും. ദെൻ വരണയാണ് ദാറ്റ് ഈസ് ഭാരത് രത്ന കഴിഞ്ഞ അടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലുതാണ് പത്മവിഭൂഷൺ. 1954 വരുന്നതാണ് ഇതെല്ലാം. സ്ട്രാറ്റജിക്ക് നമുക്ക് പഠിക്കാം. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, ഇത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാസ് ക്യാമ്പിൽ, ഇത് എടുത്തിട്ടുണ്ട്. പത്മഭൂഷൺ, പിന്നെ പത്മശ്രീ, ഇങ്ങനെയൊക്കെ വരുന്നു. പത്മശ്രീ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതാണ് സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. അങ്ങനെ ഗവൺമെന്റ്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, ഇവരെല്ലാം കൊടുക്കുന്ന ഇതേപോലത്തെ ഈ ഹയസ്റ്റ് അവാർഡ്സ്, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും പേരിന് ഫ്രണ്ടിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യക്കകത്തൊരു വ്യക്തിക്ക് സ്വന്തം ജനിക്കുമ്പോഴേ ഇടുന്ന ഒരു പേരല്ലാതെ ഫ്രണ്ടിൽ എന്ത് വയ്ക്കാം, ഫ്രണ്ടിലോ ബാക്കിലോ എന്ത് ടൈറ്റിൽസ് വെക്കാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഡിഫൻസോ പോലീസിൽ നിന്നോ കിട്ടുന്ന ടൈറ്റിൽസ്, അല്ലെങ്കിൽ പഠിച്ചു നേടുന്ന പദവികൾ, അല്ലെങ്കിൽ ഇതേപോലെ ഗവൺമെന്റ് അംഗീകരിച്ചു തരുന്ന എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അംഗീകരിച്ചു തരുന്ന ഈ ടൈറ്റിൽസ്, ഇതെല്ലാം എന്ത് ചെയ്യാം പേരിന്റെ ഫ്രണ്ടിൽ വയ്ക്കാം. അല്ലാതെ ഒരു ടൈറ്റിൽ സൂപ്പർ സ്റ്റാർ, മെഗാ, അതൊന്നും എന്താണ് പേരിന്റെ ഫ്രണ്ടിൽ ഒരിക്കലും ഒരു ടൈറ്റിൽസും എന്താണ് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും 1980 ആയപ്പോൾ ഒരു കേസ് വരുന്നു, ബാലാജി വിശ്വനാഥ് കേസ്, അല്ലെങ്കിൽ ബാലാജി രാഘവൻ കേസ് എന്ന് പറയപ്പെടാറുണ്ട്. ബാലാജി രാഘവൻ അല്ലെങ്കിൽ വിശ്വനാഥ് കേസ് എന്ന് പറയും. ബാലാജി കേസ് എന്ന് ഓർത്ത് വെച്ചാലും ബാലാജി രാഘവൻ കേസ്, ബാലാജി രാഘവൻ കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ബാലാജി രാഘവൻ കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസ് എന്തിനാണ് കൂടിയെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പഠിച്ച സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ടൈറ്റിൽസ് ഉണ്ടല്ലോ, അത് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഒരു കേസ് കൊടുക്കുന്നത്. പിന്നെ കോടതിയുടെ ഉത്തരവ് വരുന്നു 1980 തീർച്ചയായിട്ടും സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ് ടൈറ്റിൽസും പേരിന് ഫ്രണ്ടിൽ വയ്ക്കാം എന്നാണ് ക്ലീൻലി പറയുന്നുണ്ട്. അതുകൊണ്ട് 1980 നടന്ന കേസ് ഏതെന്ന് വെച്ചാൽ ബാലാജി രാഘവൻ കേസ്. ഏത് ആർട്ടിക്കലുമായിട്ട് റിലേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആർട്ടിക്കൽ 18 റിലേറ്റ് ചെയ്യുന്ന കേസാണ്. എന്തിനെന്ന് വെച്ചാൽ സ്റ്റേറ്റ് റെക്കഗ്നൈസ്ഡ്. ഇത്ര ഉള്ളിലോട്ട് ചോദിക്കില്ല. ബാലാജി രാഘവൻ കേസ് ഏത് ആർട്ടിക്കൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ആർട്ടിക്കൽ 18. ഇത് ഇത്രയോടെ നമ്മൾ എന്താണ് ആദ്യ കാറ്റഗറി പഠിച്ചിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു ഏറ്റവും വലിയ കാറ്റഗറി ഏതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പാർട്ട് 1 ആയിരുന്നു. ഈ ആദ്യത്തെ ഇറ്റ് ഈസ് റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. അത് ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പാർട്സ് എല്ലാം ചെറുതായിരിക്കും. ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം.